ഐഡന്റിറ്റി അഥവാ അസ്തിത്വമാണ് മനുഷ്യ നിലനിൽപ്പിന്റെ അടിസ്ഥാനം. രാജ്യത്തെ 120 കോടി മനുഷ്യരുടെ അസ്തിത്വം ഐഡന്റിറ്റിയാണ് ഈ ആധാർ എന്ന് അന്ന് പ്രഖ്യാപിച്ച ആധാർ പ്രൊജക്ടിന്റെ ചെയർമാനായിരുന്ന നന്ദൻ നിലേഖാനിയാണ്. എല്ലാവരും പോയി ആധാർ എടുത്തു. സകലമാന രേഖകളുമായി ആധാർ ലിങ്ക് ചെയ്യപ്പെട്ടു. എന്നാൽ ആധാർ ഈ രാജ്യത്തെ പൗരൻ എന്നതിന്റെ തെളിവാണോ, അസ്തിത്വം വാലിഡേറ്റ് ചെയ്യുന്ന രേഖയാണോ? അല്ല. ശരി, നിങ്ങൾ വോട്ട് ചെയ്തവരാണ്. ആ രാജ്യത്തെ പൗരന്മാർക്കാണ് ആ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവാൻ അവകാശം. നിങ്ങളുടെ കയ്യിൽ വോട്ടേഴ്സ് ഐ ഡി ഉണ്ട്. പൗരൻ എന്ന് തെളിയിക്കാൻ ആ രേഖ മതിയോ? പോരാ. നിങ്ങളുടെ പക്കൽ റേഷൻ കാർഡുണ്ട്. നാടും വീടും സകലമാന ഡീറ്റെയിൽസും ഉള്ള ഒരു രേഖയാണ്. റേഷൻ കടയിൽ പോകാം, അരി വാങ്ങാം, മണ്ണെണ്ണ വാങ്ങാം. പൗരത്വ രേഖയാണോ? അല്ല. രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമാണ് ഇൻകം ടാക്സ് അടക്കേണ്ടതുള്ളൂ. അതിലുള്ള രേഖയാണ് പാൻ കാർഡ്. പക്ഷേ പൗരത്വം അത് തെളിയിക്കുമോ? ഇല്ല. ലൈസൻസ് ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കാം, പൗരത്വം ഓടിക്കാനാവില്ല. അതിർത്തി കടന്നാൽ ആ രാജ്യം നമ്മളെ ഇന്ത്യയുടെ പൗരന്മാരാണ് എന്ന് തിരിച്ചറിയുന്ന ഒറ്റ രേഖ, മറ്റൊന്നും വാലിഡല്ല. അത് പാസ്പോർട്ടാണ്. എന്നാൽ രാജ്യത്തിനകത്ത് ആ പാസ്പോർട്ട് നിങ്ങളുടെ പൗരത്വം സാക്ഷ്യപ്പെടുത്തുന്ന സാക്ഷ്യപത്രമാണോ? അല്ല. ടെലഗ്രാഫിന്റെ പത്രാധിപരായിരുന്ന രാജ്യത്തെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ആർ രാജഗോപാൽ ദുരൂഹ കാരണങ്ങളാൽ ബംഗാളിൽ SIR പേര് വെട്ടപ്പെടുകയും വോട്ട് നിഷേധിക്കപ്പെടുകയും അതേ കാരണത്താൽ പാസ്പോർട്ട് നിഷേധിക്കപ്പെട്ട വാർത്ത അതിനോട് ചേർത്ത് വായിക്കുന്നത് അതിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ടെന്ന ആരോപണം കൊണ്ടാണ്. പൗരത്വത്തിന്റെ ആധികാരിക രേഖകളും നമ്മൾ കരുതിയിരുന്ന ഓരോന്നും പൗരത്വ വിലയില്ലാത്ത ലാമിനേറ്റ് ചെയ്ത വെറും പേപ്പർ കഷ്ണങ്ങളാണെന്ന് പറയുകയാണെങ്കിൽ ഞാനും നിങ്ങളും ഈ രാജ്യത്തെ പൗരന്മാരാണ് എന്നതിന് എന്താണ് സാർ തെളിവ്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ജസ്റ്റിസ് ബി കമാൽ പാഷ, ശ്രീ രാജു പി നായർ, ശ്രീ PR ശിവശങ്കർ, ശ്രീ MN കാരശ്ശേരി എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ കമാൽ പാഷയിലേക്ക് പോകുന്നു. ശ്രീ കമാൽ പാഷ, അങ്ങ് കേട്ടിട്ടുള്ള പേര് തന്നെ ആകണം. ജസ്റ്റിസ് ഷഹീദുള്ള മുൻഷി 27 വർഷം കൊൽക്കത്ത ഹൈക്കോടതിയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്തു. 2013 അഡീഷണൽ ജഡ്ജായി, 2016 സ്ഥിരം ജഡ്ജിയായി, 2020 അവിടുന്ന് വിരമിച്ചു. ഏറ്റവും ഒടുവിൽ ബംഗാളിൽ വന്ന SIR മുൻഷിയുടെ പേര് വെട്ടി. അത് വാർത്തയായി, അത് പ്രശ്നമായി പരിഹരിക്കപ്പെട്ടു. ടെലഗ്രാഫ് പത്രത്തിലൂടെ പേര് SIR വെട്ടി. ലാസ്റ്റ് ആ പേരും പറഞ്ഞ് പാസ്പോർട്ടും പുതുക്കാതെ കാലിഫോർണിയയിൽ നടന്ന മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിയാത്ത ഒരു ദൗർഭാഗ്യവനായ പിതാവായി അദ്ദേഹം. മുഖ്യമന്ത്രി അടക്കം ഇടപെട്ടു. ഒരു പരിഹാരമാവും തോന്നുന്നു, അറിയില്ല. ഇവരൊക്കെ ഹൈലി പ്രിവിലേജ്ഡ് മനുഷ്യന്മാരാണ്. ആ പ്രിവിലേജ് ഇല്ലാത്ത ലക്ഷക്കണക്കിന് ആശങ്കപ്പെടുന്ന മനുഷ്യന്മാർക്ക് മുന്നിലേക്കാണ് വീണ്ടും ഈ പറഞ്ഞ ഓരോരോ രീതിയിൽ പൗരത്വ ചോദ്യം ഉയരുന്നത്. കഷ്ടമല്ലേ സാർ? ഹാഷ്മി, ഇതിനകത്ത് നേരത്തെ ഹാഷ്മി പറഞ്ഞതിൽ ഇതിൻ്റെ ഉത്തരങ്ങളെല്ലാം ഉണ്ട്. പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഇതിൻ്റെ ഉത്തരങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതായത് നമുക്ക് ഒരുപാട് രേഖകൾ തന്നിട്ടുണ്ട് ഓരോ പൗരന്മാർക്ക്. അതായത് ആധാർ കാർഡ് പറഞ്ഞുകൊണ്ട് കൊടുത്തത് നിങ്ങൾ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിക്കണം, എല്ലാതുമായിട്ട് ബന്ധിപ്പിക്കണം. നമുക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ ആധാർ കാർഡ് എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കണം. നമ്മളതെല്ലാം കേട്ടെല്ലാം ചെയ്തു. അവസാനം പറഞ്ഞു, ഒറ്റ ശ്വാസത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ പൗരത്വം തീരുമാനിക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷനില്ല. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അതങ്ങ് ഏറ്റെടുത്തു, SIR എന്നുള്ള പേരിൽ. എന്നിട്ട് പറഞ്ഞു ആധാർ കാർഡ് സ്വീകരിക്കത്തില്ല, പൗരത്വ രേഖയായിട്ട് സ്വീകരിക്കത്തില്ല. ഓക്കെ, അത് സുപ്രീം കോടതി അതങ്ങ് എഗ്രി ചെയ്തു. ആധാർ കാർഡ് സ്വീകരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ആധാർ കാർഡ് വേണമെങ്കിൽ പല രേഖകളും കൊടുത്താലേ ആധാർ കാർഡ് കിട്ടുള്ളൂ. ചുമ്മാതെ അങ്ങോട്ട് ചെന്ന് കയറിയാൽ നമുക്ക് ചന്തയിൽ പോയി ആധാർ കാർഡ് വാങ്ങിക്കൊണ്ട് വരാൻ പറ്റത്തില്ല. ഇനി അതങ്ങ് ഭാഗവെക്കാം, നമുക്ക് ശരിയാന്ന് പറയാം. നേരത്തെ ഹാഷ്മി പറഞ്ഞ പോലെ നമുക്ക് പാൻ കാർഡുണ്ട്. ഈ പാൻ കാർഡെന്ന് പറയുന്നത് അതും പൗരത്വ രേഖയായിട്ട് അംഗീകരിക്കത്തില്ല. എന്നാൽ ഈ SIRൻ്റെ തീരുമാനം വന്നത് എന്താ? പൗരത്വം തീരുമാനിക്കാനുള്ള അവകാശം, അധികാരം ഇലക്ഷൻ കമ്മീഷൻ ഇല്ലെങ്കിൽ പോലും അവസാനം പൗരന്മാർക്കേ വോട്ട് അവകാശമുള്ളൂ. അതുകൊണ്ട് പൗരന്മാരാണോ എന്ന് നോക്കി അത് ഇല്ലെന്നുണ്ടെങ്കിൽ വോട്ടർ പട്ടികയെ കാണത്തില്ലെന്നായി. അപ്പോൾ അവിടെ പൗരത്വം തീരുമാനിക്കുകയല്ലേ ചെയ്തത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അങ്ങനെ ഇലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പൗരത്വം ഉണ്ടോ? അത് പറയാൻ ഒക്കത്തില്ല, പൗരത്വ രേഖയല്ല. അത് പറയും ഇലക്ട്രൽ ID എന്ന് പറയുന്നത്, ഇലക്ട്രൽ കാർഡെന്ന് പറയുന്നത് വോട്ട് അവകാശം വിനിയോഗിക്കാനുള്ള ഒരു രേഖ മാത്രമാണ്, അല്ലാതെ വേറൊന്നിനും അല്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പിന്നെ നമ്മുടെ റേഷൻ കാർഡ് അതാണോ? അതുമല്ല, ഒന്നും ഉപയോഗിക്കാൻ ഒക്കത്തില്ല. അവസാനം ഇതൊരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ്. അത് ഞാൻ പറയാം എന്താണെന്ന്. ശ്രീ രാജഗോപാലിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ, ദ ടെലഗ്രാഫ് എന്ന് പറയുന്ന വളരെ അതിപ്രശസ്തമായ പത്രത്തിൻ്റെ മുൻ എഡിറ്ററായിരുന്നു അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ മകള് കാലിഫോർണിയയിൽ താമസമാണ്. അതിൻ്റെ കല്യാണം ആയി, കഴിഞ്ഞ മാസമായിരുന്നു. കല്യാണത്തിന് പോകണം. ഇദ്ദേഹം പാസ്പോർട്ട് പുതുക്കാൻ ചെന്നു. പാസ്പോർട്ട് പുതുക്കി കൊടുക്കത്തില്ല. കാരണം എന്താ? വോട്ടേഴ്സ് ലിസ്റ്റിൽ അയാളുടെ പേരില്ല. ഇതാണ് കാരണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയോ. അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല. എന്നിട്ട്
ഇനി പൗരത്വം തീരുമാനിക്കുന്ന ഒരു മെഷീനറി ഉണ്ട് നമുക്ക് അവിടെ, ആസാമിലും അവിടെയൊക്കെ നിലവിലുള്ളതാണ്. അവിടെ ഒരുപാട് പേരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലും അവിടെ പിടിച്ചുകൊണ്ടിട്ടേക്കാണ് പൗരന്മാരല്ലെന്നും പറഞ്ഞ്. അതേപോലെ ഈ രാജഗോപാലിൻ്റെ കാര്യത്തിനും അദ്ദേഹം അവിടെ അപ്പിയർ ചെയ്യേണ്ടതായിട്ട് വന്നു. അവിടെ അപ്പിയർ ചെയ്തിട്ടും ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അത് അദ്ദേഹത്തിന് പാസ്പോർട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഹാഷ്മി ഇത് ചിന്തിക്കേണ്ടത്, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലെങ്കിൽ ഒരാളുടെ പൗരത്വം നിഷേധിക്കാനുള്ള മാർഗം അതായി. എന്നാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അയാൾ പൗരനാണെന്ന് പറയാനും ഒക്കത്തില്ല. പക്ഷേ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലെങ്കിൽ അയാൾ പൗരനല്ല. ഇതാണ് കാഴ്ചപ്പാട്. എന്ത് വികലമായ സംഗതിയാണ് നടക്കുന്നതെന്നറിയാമോ? ഇത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് വെറുതെ ആ വിദേശകാര്യ വക്താവ് പറഞ്ഞല്ലോ, പാസ്പോർട്ട് എന്ന് പറയുന്ന പൗരത്വ രേഖയല്ല. മിക്ക രാജ്യങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും പാസ്പോർട്ട് എന്ന് പറയുന്നത് അവരുടെ ഐഡൻറ്റിറ്റിയാണ്, പൗരത്വ രേഖയാണ്. പക്ഷേ നമ്മുടെ പാസ്പോർട്ട് എന്ന് പറയുന്നത് സഞ്ചരിക്കാനുള്ള ഒരു രേഖ മാത്രമാണ്, അല്ലാതെ ഒരു പൗരത്വ രേഖയല്ല എന്ന്. ഇനിയിപ്പോൾ ഞാൻ ഭയപ്പെടുന്നത് ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഒരാൾ മരിച്ചു പോയാൽ അയാളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും. ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇയാൾ മരിച്ചതിൻ്റെ തെളിവല്ല, നേരെ മറിച്ച് അടുത്ത രോഗത്തേക്ക് ഉള്ള അയാളുടെ സഞ്ചാരത്തിൻ്റെ രേഖയാണ് എന്ന് പറയുന്ന വിഡ്ഢികൾ ആണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതാണ് ഇവിടെ നടക്കുന്ന കാര്യം. ഇനി ഇതെന്തിനാണ് ഇത് പറഞ്ഞെന്നറിയോ? ഇത് വെറുതെ അങ്ങ് തമാശയ്ക്ക് പറഞ്ഞൊന്നുമല്ല. വിദേശകാര്യ വക്താവ് അറിഞ്ഞുകൊണ്ട് പറഞ്ഞേക്കുന്നതാണ്. നമുക്കറിയാം, CAA ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അമെൻമെൻറ്റ്, അതായത് പൗരത്വ നിയമ ഭേദഗതി വന്നു കഴിഞ്ഞപ്പോൾ വലിയ ഒച്ചപ്പാടുണ്ടായി ഈ രാജ്യത്ത്. വളരെ വലിയ പ്രശ്നങ്ങളുണ്ടായി. കാരണം ഒരു സമുദായം എന്നത് പറയുന്ന കാര്യമില്ല, മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഉപദ്രവമാകും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ വലിയ പ്രതികരണങ്ങളുണ്ടായി. അവസാനം അത് കോടതിയിലൊക്കെ പോയി അതങ്ങനെ കിടക്കുക. അതിനൊരു നല്ല തീരുമാനമൊന്നും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് പോട്ടെ, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ആ പ്രശ്നം ഉണ്ടായല്ലോ. അപ്പോൾ അതങ്ങനെ ഗെറ്റ് ഓവർ ചെയ്യാനൊരു മാർഗം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ കൊണ്ട് ഈ പണിയെല്ലാം ചെയ്യിപ്പിച്ചത്. SIR ഒക്കെ. SIR എന്തിനാ? ബാംഗ്ലൂരിലെ ഈ ബംഗ്ലാദേശ്, ഈ പശ്ചിമ ബംഗാളിൽ അധികാരം പിടിച്ചെടുക്കണം. അതിനുവേണ്ടി മാത്രം കണ്ടുകൊണ്ടാണ്. അതായത് 67 ലക്ഷം പേരെയാണ് അവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി നിരത്തിയത്. അവർ പൗരത്വം ഇല്ല എന്നുള്ള രീതിയിൽ. എന്നിട്ട് അതിലെ 27 ലക്ഷം പേരെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവർ സംശയാസ്പദമായ പൗരത്വം എന്ന് പറഞ്ഞാൽ അവർക്ക് സംശയമാണ്, ആണോ അല്ലയോ എന്ന്. പക്ഷേ അവർക്ക് വോട്ടില്ല, അവർ വോട്ടേഴ്സ് ലിസ്റ്റിലില്ല. ഇതൊക്കെ കുഴപ്പം എന്താണെന്നറിയോ? ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്തവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർക്ക് സർക്കാരിൻ്റെ ഒരു സർക്കാർ കൊടുക്കുന്ന യാതൊരു സഹായങ്ങളും അവർക്ക് കിട്ടത്തില്ല. റേഷൻ ഉൾപ്പെടെ അവർക്ക് റേഷൻ കാർഡില്ല. ഇനി അവരുടെ പേര് വെട്ടും. അത് റേഷൻ കാർഡ് ഒന്നുമില്ല. അവർ ആ പാവങ്ങൾ എങ്ങോട്ട് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എന്ത് കഷ്ടമാണ് ഇത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലെങ്കിൽ അവർക്ക് ഈ സഹായങ്ങളൊന്നും കിട്ടുന്നില്ല. അവർ പൗരന്മാരല്ല. ഇനി പേരുണ്ടായാലോ? പേരുള്ളവനും പൗരനല്ല. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഹൈക്കോടതി ജഡ്ജിയുടെ കാര്യം. അതുപോലെ തന്നെ ആസാമിലാണെങ്കിൽ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന ആളിൻ്റെ സഹോദരൻ, അദ്ദേഹം പൗരത്വ പട്ടികയിലില്ല, വെളിയിൽ പോയി. അതുവരെ നടന്നതാണ് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ഇത് പറയുന്നതിൽ ഒരു കഴമ്പുള്ള കാര്യമല്ല. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരെ ഇനി എന്തെങ്കിലും ഒരു രേഖ വേണ്ടേ പൗരനാണെന്നുള്ളത്? ഉടനെ ആളുകളെല്ലാം ചോദിക്കും, എന്താ രേഖ? ഞാൻ ഈ പറഞ്ഞതൊന്നും രേഖയല്ല. അത് രേഖയല്ലാതാവുമ്പോഴോ? അപ്പോൾ അതിനൊരു രേഖ വേണമല്ലോ. അതിനാണ് NRC, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ. അത് NRCയിലേക്ക് നടക്കാനുള്ള ഒരു വളഞ്ഞ വഴിയല്ല, ഒരു കുറുക്ക് വഴി ഇലക്ഷൻ കമ്മീഷനും അതേപോലെ തന്നെ ഇതേപോലെ വിദേശകാര്യ വകുപ്പും കൂടി ചേർന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടി. അത് കുറുക്ക് വഴിയാണെങ്കിൽ അതിൽ രാജ്യത്തെ താങ്കൾ പറയുന്ന സമുദായത്തിനും ഒരുപാട് മനുഷ്യന്മാർക്കും, താങ്കൾ പറയുന്ന സമുദായത്തിന് പുറത്തുള്ള പിന്നോക്കക്കാരെ ഒരുപാട് മനുഷ്യർ ഈ പറയുന്ന അടിയാധാരത്തിലുള്ള രേഖകൾ സംഘടിപ്പിക്കാൻ എത്ര പേർക്ക് കഴിയും സാർ? അവർക്ക് അത്രയും ആശങ്കമുണ്ടെങ്കിൽ അവർ ഓടിപ്പോകുന്ന എങ്ങോട്ടേക്കാണ്? നമ്മുടെ അവസാന ആശ്രയം കോടതിയിലേക്കാണ്. കോടതിയും ആ വിഷയം വേണ്ട പോലെ കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ ഏത് വാതിലാ മുട്ടുക? ശ്രീ കമാൽ പാഷ. അതാ ഞാൻ പറഞ്ഞേ, എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഈ പൗരന്മാരുടെ അവകാശമാണ്. നമ്മുടെ ബെയറായിട്ട് ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഒരാൾക്ക്, അയാൾക്ക് ഇവിടെ സ്വന്തമായിട്ട് മണ്ണുള്ള ആളുകൾ, ഇവിടെ വിദ്യാഭ്യാസം നടത്തിയ ആളുകൾ, ഇവിടെ വളർന്ന് ജീവിച്ചു വരുന്ന ആളുകൾ, ഒരു ദിവസം അവർ പൗരനല്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? അത് പറയുമ്പോഴേ അതിൻ്റെ ബന്ധപ്പാട് അറിയാവുള്ളൂ.
ഇപ്പം നമ്മുടെ രാജഗോപാലിൻ്റെ കാര്യം തന്നെ പറഞ്ഞു. എന്ത് കഷ്ടം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെയ്തതെന്ന് ആലോചിച്ച് ചോദിക്കുള്ളൂ. ഇത് അഹങ്കാരമല്ലേ? ഇതിന് കാരണമുണ്ട് അത് ചെയ്യാൻ. കാരണം അത് ടെലഗ്രാഫിലൂടെ അദ്ദേഹം ചെയ്തതെന്നൊക്കെ കാര്യമെന്ന് പറഞ്ഞാൽ BJPക്കും കേന്ദ്ര ഗവൺമെൻറ്റിനുമെതിരെ നിശ്ചിതമായ വിമർശനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതൊരു പൗരൻ്റെ അവകാശമല്ലേ? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അല്ലേ? അത് നടത്തിയ ഒരൊറ്റ കാര്യം കൊണ്ടാണ് അദ്ദേഹത്തിന്. അപ്പം ഇവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കാം. ഞാൻ പറയുന്നത് ഇപ്പോൾ BJPയിലോ മെമ്പർഷിപ്പ് എടുത്താൽ ചിലപ്പം, അല്ലെ RSSലോ മെമ്പർഷിപ്പ് എടുത്താൽ മിക്കവാറും അവരൊക്കെ പൗരന്മാരായിരിക്കും. ഇല്ലെങ്കിൽ അവർ ഈ പട്ടികയിൽ നിന്ന് വെളിപ്പോകും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഹാഷ്മി ചോദിച്ചോല്ലേ, ഇത് കോടതിയിലൊക്കെ പോയി. എൻ്റെ അഭിപ്രായത്തിൽ കോടതിയൊന്നും ശരിയായ രീതിയിൽ ഇത് ഇടപെടുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അഭിപ്രായം പറയുകയാണ്. കോടതികൾ ശരിയായിട്ട് ഇത് ഇടപെടുന്നില്ല. ഇത് പലപ്പോഴും, അതായത് അത് പല കാര്യങ്ങളാണ്. അത് എന്താണെന്നൊന്നും അതിൻ്റെ റീസൺ പറയാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന്. അത് കാലാകാലങ്ങളിലുള്ള ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് വിധി പറഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നം വരും എന്നുള്ള ഒരു ധാരണയുണ്ട്. എന്തു ചെയ്യുമെന്നാണ് ഞാൻ പോകുന്നതിൻ്റെ അന്ന് പോലും സർക്കാരിനെതിരെ വിധി എഴുതിയിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. എൻ്റെ മൂക്കൊന്നും കണ്ടിച്ചു കളഞ്ഞില്ലല്ലോ ഈ രാജ്യത്ത്. അതിന് ധൈര്യം വേണം. ധൈര്യം മാത്രമല്ല, ഇനി അടുത്ത എന്ത് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് അങ്ങോട്ട് നോക്കിയിരിക്കുന്നവരുണ്ട്. അവർക്ക് ഈ സർക്കാരിനെതിരെ ഒന്നും പറയാനുള്ള ഒരു ധൈര്യം വരത്തില്ല. അതുകൊണ്ട് പലപ്പോഴും നീതി നിഷേധിക്കപ്പെടും എന്നുള്ളത് സത്യമായ കാര്യമാണ്. അതായത് ഈ ജഡ്ജിയായിട്ടിരുന്ന ആളുകൾ ഉടനടി, അതായത് ഒരു 3 വർഷം എന്ന് 2 ചീഫ് ജസ്റ്റിസുമാർ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റിസ് കപാഡിയായും ഒക്കെ ഉൾപ്പെടെ. അവർ 3 വർഷം ഒരു കൂളിംഗ് പീരീഡ്, അവർക്ക് ഒരു അപ്പോയിൻമെൻറ്റും ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റ് കൊടുക്കരുത്, അത് സ്വീകരിക്കുകയും ചെയ്യരുത്. അത് തെറ്റാണ്. അങ്ങനെ കൊടുക്കാനിടയായാലുള്ള കുഴപ്പമെന്ന് പറയുന്നത് അവർ ഈ ഗവൺമെൻറ്റിനെതിരെ വിധി പറയാൻ അവർക്ക് ബുദ്ധിമുട്ട് വരും. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഞാനിത് ഒരുപാട് കണ്ടിട്ടുണ്ട്. എത്ര പേരെ അവോയ്ഡ് ചെയ്ത് അങ്ങോട്ട് വിടുന്നേ ഓരോ കേസ്, അതങ്ങ് അവോയ്ഡ് ചെയ്യും. കാരണം എന്താ? അവോയ്ഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇയാൾ അടുത്ത വർഷം റിട്ടയർ ചെയ്യാൻ പോവുക. റിട്ടയർ ചെയ്തിട്ട് ഇയാൾ നോക്കിയിരിക്കുക മറ്റിടത്ത് മരിക്കുന്നവരെ കിടക്കാനായിട്ട് ഓരോന്ന്. അതൊന്നും കിട്ടത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പൗരന്മാർക്ക് നീതി കിട്ടാത്തത്. പിന്നെ ഇത് എന്തൊരു ബദ്ധപ്പാടെന്ന് പറയുന്നത് മാത്രമൊന്നുമല്ല. പൗരത്വരേഖ എന്ന് പറയുന്നത് ഇവർ തീരുമാനിക്കും. യു ഷോ മീ ദ മാൻ, ഐ വിൽ ഷോ യു ദ ലോ. നിങ്ങൾ എനിക്ക് ആളുകളെ കാണിച്ചതാ, ഞാൻ പറഞ്ഞുതരാം നിയമം എന്താണെന്ന്. അതാണ് ഇവരുടെയൊക്കെ തീരുമാനം. ഈ രീതിയിലാണ് വരുന്നത്. ഈ ഇലക്ഷൻ കമ്മീഷൻ പോലുള്ള ആളുകളല്ലേ ഇവിടെ തീരുമാനിക്കുന്നത് ആരാണ് ഇന്ത്യൻ പൗരനെന്ന്. അയാൾ ഇന്ത്യൻ പൗരനാണോ എന്ന് അയാൾക്കൊന്നും പറയാൻ പറ്റുമോ? ഇവർ പറയുന്ന രേഖകൾ കൊണ്ട് എന്ത് രേഖ കൊടുത്താലും അവരെടുക്കത്തില്ല. എന്നിട്ട് പറയും അത് ഒന്നും കൊടുക്കത്തില്ല, ഒന്നും കിട്ടത്തുമില്ല, അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് വെളിയിലാവും. ഞാൻ എന്ന് ഇതിൽ നിന്ന് പുറത്തു പോകുന്ന ഹാഷ്മി ഞാൻ ഭയന്നിരിക്കുക. പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല. കാരണം ഇനി പൗരനല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം കൂടെ എനിക്കുള്ളവരെ വിറ്റ് പറക്കിക്കൊണ്ട് ഞാൻ വേറെ വല്ലയിടത്തും പോകും. അത് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഈ രാജ്യത്ത്? അതാ കാര്യം. താങ്കൾ ആശങ്ക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിക്ക് ആ അനുഭവം നേരിട്ടെങ്കിൽ അങ്ങേക്ക് അങ്ങ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ന്യായാധിപനായിരുന്നു എന്നത് അങ്ങേക്ക് അനുഭവം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ഗ്യാരണ്ടി അല്ല. അത് ശരിയാണ്. പക്ഷേ അങ്ങനെ പോകാൻ പറ്റുമോ? എങ്ങോട്ട് പോകാൻ? അത് തന്നെ. കാരണം ഞാൻ അത് ശരിയാ ഹാഷ്മി. ഞാൻ ഇവർക്കെതിരെ ഞാൻ ഈ അഴിമതിയും അക്രമവും കാണുമ്പോൾ ഞാൻ പ്രതികരിക്കാറുണ്ട്, ഞാൻ പറയാറുണ്ട്. ഞാൻ ഇതിനെ ഒരുപാട് പറയാറുണ്ട്. ഇത് മാത്രമല്ല, ഇതിനോടൊപ്പം മറ്റൊരു വാർത്ത വന്നേക്കുന്നത് വളരെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഭരണഘടനയുടെ ആദ്യത്തെ പതിപ്പുണ്ടല്ലോ, 42nd അമെൻമെൻറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒറിജിനൽ ഭരണഘടന എന്ന് പറയുന്ന ഒരു അത് ഭരണഘടനയല്ല. കാരണം പാർലമെൻറ്റ് അംഗീകരിച്ച ഒരു സാധനമല്ല ഇവരയക്കുന്നത്. അത് PP പട്ടേൽ എന്ന് പറയുന്ന ആൾ, അയാൾ ഈ സ്കൂളുണ്ടല്ലോ ആ സ്കൂളുകളുടെ പേര് ഞാൻ മറന്നുപോയി, കേന്ദ്രീയ വിദ്യാലയങ്ങൾ. ആ കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെയൊക്കെ ഡെപ്യൂട്ടി, അതെ അതിൻ്റെ സമിതിയുടെ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടുള്ള ആളാണ് ഇയാൾ. ഇതെടുത്ത് 1290 കേന്ദ്രീയ വിദ്യാലയങ്ങൾക്ക് അയച്ചു കൊടുത്തേക്കാണ്. ഏതാണെന്നറിയോ? പഴയ ഭരണഘടന. എന്നിട്ട് പറഞ്ഞു ഇതാണ് മൂല്യമായ ഒരു സമ്പത്താണിത്, ഇത് അമൂല്യമായ ഒരു സ്വത്താണ്, ഇത് വേണം വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് സോഷ്യലിസ്റ്റ് അതുപോലെ തന്നെ സെക്യുലറിസം എന്ന് പറയുന്ന ഈ 2 കാര്യങ്ങളും 42nd അമെൻമെൻറ്റിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഭരണഘടന എന്ന് പറയുന്ന ഒരു സാധനം അയച്ചു കൊടുത്തേക്കാണ്. അത് ഭരണഘടനയല്ല അയച്ചു കൊടുത്തേക്കുന്നത്, ഇത് പിള്ളേരെ പഠിപ്പിക്കണമെന്നാണ് ഇയാൾ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ പറയുന്ന രാജ്യത്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ. നമ്മളെ ഭരിക്കുന്നത്
ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമില്ലാത്ത, നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയ ഭരണഘടനയിൽ വിശ്വാസമില്ലാത്ത ആളുകൾ നമ്മളെ ഭരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുര്യോഗം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് പൗരത്വം തീരുമാനിക്കാനുള്ള ഒരു പണിയായിട്ട് ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിരാജ് പിന്നാർ, ഇവിടെ പൗരത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ശ്രീ കമാൽ പാഷ സാർ പറഞ്ഞതും എപ്പോഴും അതിന്റെ കുറച്ച് എക്സ്റ്റൻഷൻ വെർഷൻ RSSും അതിന്റെ ബൈബിളായ വിചാരധാര, അതിൽ ഗോൾവാൾക്കറുടെ പൗരത്വ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുത്വ എന്ന സോക്കോൾഡ് പ്രത്യയശാസ്ത്രമായി പൂർണ്ണമായി പ്രഖ്യാപിക്കാത്തവർ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ, യാതൊരു അവകാശവുമില്ലാത്ത രണ്ടാം തരം പൗരന്മാരായി ജീവിക്കണം തുടങ്ങിയ പ്രാകൃത ആശയങ്ങളൊക്കെ ചർച്ചയാവാറുണ്ട് എല്ലാ സമയത്തും. ഒരുപക്ഷെ കഴിഞ്ഞൊരു 3-4 വർഷമായി പൗരത്വ ഭേദഗതി ചർച്ച മുതൽ അത് വലിയൊരു ചർച്ചയാവുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നതിനെയും ഈ പറയുന്ന ഒരു പ്രത്യയശാസ്ത്ര യുദ്ധം അല്ലെങ്കിൽ ഗോൾവാൾക്കർ ഐഡിയ നടപ്പാക്കാനുള്ള നിഗൂഢ നീക്കങ്ങൾ എന്ന നിലയ്ക്ക് കാണണോ, അതോ ഇന്ത്യ എന്ന രാജ്യത്തിന് തുടക്കം മുതലേ ഇല്ല ഒരു യൂണിഫൈഡ് പൗരത്വ രേഖ? ഇപ്പം നമ്മൾ ഈ പറയുന്ന രേഖകളൊക്കെ പണ്ടും ഉണ്ടായിരുന്നു, അതൊക്കെ അന്നും പൗരത്വ രേഖയാണെന്ന് ചോദിച്ചാൽ ആധികാരികമാണ് എന്ന് പറയാൻ കഴിയില്ല. അത് വേറൊരു പ്രിസംഷനിലായിരുന്നു. പക്ഷേ അത് രാഷ്ട്രീയം മാറുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷനായി ഇപ്പോൾ നടക്കുന്നതിനെ കാണണോ സിരാജ് പി നായർ? ഹാഷ്മി, ഒന്ന്, ഈ നമ്മുടെ പാസ്പോർട്ട് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ ഇന്ത്യയുടെ പരമാധികാരം അംഗീകരിക്കുന്നവർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു അഭിമാനമാണ്. ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണെന്നുള്ള നിലയിൽ ഞാൻ അഭിമാനത്തോടു കൂടി കൊണ്ടുനടക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അത് നമ്മളെ സംബന്ധിച്ചോളം കേവലം ഒരു യാത്ര ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് മാത്രമല്ല, മറിച്ച് നമ്മുടെ നമ്മുടെ ഒരു നാഷണാലിറ്റി പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അത് കേവലം ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നവർക്ക് അതൊരു അഭിമാനത്തിൻ്റെ ഡോക്യുമെൻ്റ് ആണെങ്കിൽ, പുറത്തുള്ളവർക്ക് അവരെ സംബന്ധിച്ചുള്ള ജീവിതത്തിൻ്റെ ഡോക്യുമെൻ്റാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് പൗരത്വം പുറത്തുനിന്ന് ഒരാൾ ലഭിക്കുന്നതിന് ഉൾപ്പെടെ ഇരട്ട പൗരത്വം വരെ വെരിഫൈ ചെയ്യാനുള്ള ഒരു ഡോക്യുമെൻ്റ് ഇന്ന് പാസ്പോർട്ടാണ്. നമ്മുടെ പുറത്ത് ഉള്ള മനുഷ്യർക്ക് അവർ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കാൻ അവരുടെ ഒരു ആവശ്യങ്ങൾക്ക് എംബസിയിൽ പോയാൽ ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് പാസ്പോർട്ടാണ്. അപ്പോൾ പാസ്പോർട്ട് എന്ന് പറയുന്നത് ചെറിയൊരു ഡോക്യുമെൻ്റ്, ഒരു ട്രാവൽ ഡോക്യുമെൻ്റ് അല്ല, മറിച്ച് അവരെ സംബന്ധിച്ചോളം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവർ ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കാൻ ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്. ഇന്ന് ഒരുപക്ഷെ ഒരേ ഒരു ഡോക്യുമെൻ്റ് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ പറയാം. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് അതും ഒരു പൗരത്വ ഡോക്യുമെൻ്റ് അല്ല എന്നുള്ളത്. അപ്പോൾ ചോദ്യം, ഇനി എന്താണ് പൗരത്വ ഡോക്യുമെൻ്റ് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് മറുപടിയില്ല. മനസ്സിലായി? കഴിഞ്ഞ 10-12 വർഷക്കാലമായി ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറയുന്നത് വിലയില്ലാതെയായി മാറിയെന്ന് ദൗർഭാഗ്യവശാൽ പറയേണ്ടി വരും. 17 ലക്ഷം ഇന്ത്യക്കാരാണ് ഈ കഴിഞ്ഞ 12 വർഷക്കാലത്തോളം, ഏകദേശം ഒരു ദശകക്കാലം, ഈ ഇന്ത്യൻ ദേശീയത ഇത്രമാത്രം ഉയർത്തിപ്പിടിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണ്ട എന്ന് വെച്ചത് 17.5 ലക്ഷത്തിന് അടുത്തുള്ള ആൾക്കാരാണ്. പണ്ടുണ്ടായതിനേക്കാളൊക്കെ വലിയ കൂടുതലായിട്ടുള്ള നമ്പറുകളാണ് എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു രാജ്യം എന്ന രീതിയിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ മനുഷ്യരുടെ അഭിമാനം എന്ന രീതിയിൽ, രാജ്യത്തെ ദേശീയതയുടെ രീതിയിൽ എല്ലാം ഇന്ത്യക്കാരിന്ന് അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കമാൽ മാഷ സാർ പറഞ്ഞത് അതിൻ്റെ വസ്തുതയാണ്. ഇതൊരു ഡിസൈനാണ്. കേവലം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഓരോ വിഷയവും നമ്മൾ ഒറ്റയ്ക്ക് ചർച്ച ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇതൊരു ഡിസൈനാണ്. നോക്കൂ, ആധാർ ഉണ്ടെന്ന്, ആധാർ നേരത്തെ സൂചിപ്പിച്ചു. UPA ഗവൺമെൻറ് നന്ദൻ നീലേക്കനിയുടെ നേതൃത്വത്തിൽ ആധാർ കാർഡ് കൊണ്ടുവരുമ്പോൾ ആധാർ കാർഡ് ഒരിക്കലും മറ്റൊരു ആവശ്യത്തിനും വേണ്ടി ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു? DBT നടപ്പാക്കാൻ വേണ്ടി മാത്രം. നമ്മുടെ ഖജനാവിൽ നിന്ന് പോകുന്ന പൈസ ചോർച്ചയില്ലാതെ ഗുണഭോക്താക്കളിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനൽ മാത്രമായിരുന്നു ആധാർ കാർഡ്. പക്ഷേ നരേന്ദ്രമോദി ഗവൺമെൻറ് അന്ന് എതിർത്തിരുന്നതാണ്. വന്നതിനു ശേഷം നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾക്ക് പോലും ആധാർ കാർഡിലൂടെ ഒരു ട്രാക്കിംഗ് ആക്കി മാറ്റി, അതൊരു സർവൈലൻസ് ഉപകരണമാക്കി മാറ്റി. അതാണ് സംഭവിച്ചത്. നമ്മൾ ഈ CAA വന്നപ്പോൾ എല്ലാവരും വലിയ രീതിയിൽ അത് അന്ന് പല എന്താ പറയുക, ഒരു ഇത്രമാത്രം വലിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാത്ത ആൾക്കാരോ ആരൊക്കെയോ പലരും ചോദിച്ചു, എന്തിനാണ് ഇത്രമാത്രം വലിയ വിഷയമാക്കുന്നത് ഇന്ത്യക്കാരല്ലാത്തവർക്ക് എന്നുള്ളത്. അത് നമ്മൾ അന്ന് പറഞ്ഞെന്താ, CAA NRCയുമായി ചേരുമ്പോഴാണ് ഏറ്റവും വലിയ അപകടമായി മാറുന്നത്. അത് നമ്മൾ കണ്ടതല്ലേ. NRCയോട് മാറുമ്പോൾ എന്താണ് അപകടം ഉണ്ടാക്കുന്നത് എന്ന് CAA വെച്ച് നോക്കുക. കാരണം ഈ രാജ്യത്ത് അവരുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ അവരുടെ പൂർവികരുടെ അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ ജന്മ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയാതെ വന്നാൽ അവർ ഇന്ത്യക്കാരല്ലാതായി മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ വലിയൊരു ആശങ്ക NRCയും CAAയും NRCയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു.
പിന്നീട് SIR നടപ്പിലാക്കുന്നു. നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഈ SIR നടപ്പാക്കുന്നത് ഇത്രമാത്രം ധൃതി പിടിച്ച് ജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് അവർക്ക് വേണ്ടത്ര സമയം കൊടുക്കാതെ എന്തിനാണ് SIR നടപ്പാക്കുന്നത്? നമ്മൾ എപ്പോഴും അതിനെ സംബന്ധിച്ച് നമ്മൾ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാൻ എന്നുള്ളത് മാത്രം വാദത്തിലേക്ക് പോയി. തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാനായിരുന്നു, യാതൊരു സംശയവും വേണ്ട. തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാൻ വേണ്ടി ചെയ്തു തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിഗൂഢമായിട്ട് മറ്റൊന്നുകൂടി ഇരിക്കുന്നു എന്നുള്ളതല്ലേ രാജഗോപാലിൻ്റെ അവസ്ഥ ഇപ്പം നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് NRCയിലേക്ക് കൊണ്ടുവരികയാണ്. NRCയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ NRCയിൽ ഈ പറയുന്ന പോലെ രേഖകൾ സമർപ്പിക്കാൻ കഴിയാത്ത പാവപ്പെട്ട മനുഷ്യർ, അവരൊന്നും അല്ലാത്തവരല്ല. അവർ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിൽ ഉപജീവനം നടത്തി അവർ ജീവിച്ച് ഇന്ത്യ എന്നുള്ള ദേശത്തിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുകയും നമ്മുടെ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നവരുമാണ്. അവരെയെല്ലാം ഒരു രേഖയുടെ പേരിൽ ഇന്ത്യയുടെ പൗരത്വത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയ ഡിസൈനാണ്. നോക്കൂ, ഒരു മനുഷ്യന് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയാവുന്നിടത്ത് ആ അവസാന ഡോക്യുമെന്റ് കൂടി നിങ്ങൾ ഇന്ത്യക്കാരനല്ല എന്ന് പറഞ്ഞു. ഇനി ഒരാൾ ഹാഷ്മിയെ കുറിച്ച് ഒരു ചോദ്യം ഉയർന്നാൽ ഹാഷ്മി ഇന്ത്യക്കാരനാണോ എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആർക്കാ? ഹാഷ്മിക്കാണ് ആ ബാധ്യത. നേരത്തെ ഒരു പാസ്പോർട്ട് ഉള്ളപ്പോൾ സ്റ്റേറ്റിന് ബാധ്യത ഉണ്ടായിരുന്നു, അയാൾ ഇന്ത്യക്കാരനാണ്, അതിന്റെ പ്രൂഫാണ് അയാൾക്ക് ഹാഷ്മി താജ് ഇബ്രാഹിമിന് പാസ്പോർട്ട് ഉണ്ട്. അദ്ദേഹത്തിന്റെ മുഴുവൻ രേഖകളും വിശകലനം ചെയ്ത് അദ്ദേഹത്തിന് പോലീസിന്റെ ക്ലിയറൻസ് എടുത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് കൊടുത്തിരിക്കുന്ന ഡോക്യുമെന്റ് ആണ്. ഇനി ഹാഷ്മി ഇന്ത്യക്കാരനോട് തെളിയിക്കണമെങ്കിൽ ബാധ്യത ഹാഷ്മിക്കാണ്. ഹാഷ്മി രേഖ കൊണ്ടേ കൊടുക്കണം, ഹാഷ്മിയുടെ ജന്മ സർട്ടിഫിക്കറ്റ് കൊണ്ടേ കൊടുക്കണം. ഹാഷ്മിയുടെ പാവപ്പെട്ട എത്രയോ പേര് പ്രളയം ഉൾപ്പെടെയുള്ള ഈ നാഷണൽ കലാമിറ്റിയിൽ രേഖയില്ലാത്ത മനുഷ്യരുണ്ട്. എനിക്ക് മുമ്പ് ഇല്ല, അത് മാത്രം രേഖയാവില്ല. അപ്പോ ഇത് NRCയിലേക്ക് കൊണ്ടുവരാനും ആ NRCയിലേക്ക് കൊണ്ടുവന്ന് CAA കൂടി ബന്ധപ്പെടുത്തി കഴിയുമ്പോൾ ഇന്ന് ഈ രാജ്യത്തുള്ള മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒട്ടേറെ മനുഷ്യർ ഇന്ത്യക്കാരല്ലാതായി മാറാൻ പോകുന്ന ഏറ്റവും ഗുരുതരമായ അവസ്ഥയാണ് ഇന്ന് ഈ പാസ്പോർട്ട് ഇന്ത്യ ഒരു സിറ്റിസൺഷിപ്പ് ഡോക്യുമെന്റ് അല്ല എന്നുള്ള സർക്കാരിന്റെ നിലപാടോടുകൂടി വരുന്നത്. രാജഗോപാൽ അതിന്റെ ഒരു സൂചിക മാത്രമാണ്. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ സ്വകാര്യ ദുഃഖമായിരിക്കാം. പക്ഷേ അതിനെല്ലാം അപ്പുറം ഇന്ത്യയിലെ മുസ്ലിം വിഭാഗവും ഇന്ത്യയിലെ ഹിന്ദുത്വയല്ലാത്തവരും അല്ലെങ്കിൽ ഹിന്ദുത്വയോട് സബ്സ്ക്രൈബ് ചെയ്യാതെ നിൽക്കാൻ പോകുന്ന മനുഷ്യരും, അതാണല്ലോ രാജഗോപാൽ മുസ്ലിം ആയതുകൊണ്ടല്ലോ, ഹിന്ദുത്വയോട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന മനുഷ്യരെല്ലാം ഇന്ത്യക്കാരല്ലാതായി മാറാൻ പോകുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷമാണുള്ളത്. നരേന്ദ്രമോദി ഈ രാജ്യത്ത് മുഴുവൻ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഇനി പണിയണം. കാരണം എവിടെയെങ്കിലും പോയി ജീവിക്കണമല്ലോ. റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പോലെ അറബിക്കടലിൽ പോയി മുങ്ങിച്ചാവാൻ നമുക്ക് പറ്റില്ലല്ലോ. എവിടെയെങ്കിലും ജീവിക്കാൻ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ശിവശങ്കരനാണ് ഉള്ളതെന്ന് തോന്നുന്നു, അങ്ങയിലൂടെ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, ഈ പാവപ്പെട്ട മനുഷ്യർ ഏതെങ്കിലും അറബിക്കടലിൽ പോയി വള്ളം മുങ്ങി മരിക്കുന്നത് ഒഴിവാക്കാൻ നിങ്ങൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പണിയുക. പാവപ്പെട്ട ഈ മനുഷ്യർ അവിടെ കിടന്നെങ്കിലും മരണമടഞ്ഞോട്ടെ എന്നുള്ളതാണ്. കാരണം ഇന്ന് ഇതേ പറയാൻ കഴിയൂ ഹാഷ്മി. ഇതിനേക്കാൾ എന്താണ് പണ്ട് RSSന് സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്കില്ല, പക്ഷെ നിങ്ങളുടെ പാർട്ടിയുടെ ചരിത്രം പാരമ്പര്യം അങ്ങനെ അല്ലല്ലോ. അങ്ങനെ സമരത്തിൽ പങ്കെടുത്ത ചരിത്രമുണ്ട്. നിങ്ങൾ അങ്ങനെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പണിയൂ എന്ന് നിസ്സഹായത പ്രകടിപ്പിക്കുകയാണോ വേണ്ടത്, സമരമായി തെരുവിൽ നിറയുകയാണോ വേണ്ടത്? അടുത്ത ഘട്ടത്തിൽ വരാം. PR ശിവശങ്കർ ഇതവിടെ പാസ്പോർട്ടിന്റെ ആദ്യ പുറം മറിച്ചാൽ അതിൽ എഴുതി വെക്കുന്നത് ഞാൻ അതിലേക്ക് മറുപടി പറഞ്ഞു. ഹാഷ്മി ഒരു 30 സെക്കൻഡ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സ്ഥലം. ജനാധിപത്യത്തിൽ എന്തൊക്കെയാ? ജനാധിപത്യത്തിൽ ഈ രാജ്യത്തെ ജുഡീഷ്യറി ഉൾപ്പെടെയുള്ള വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയണം. തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിശ്വസിക്കുക കഴിയണം. ഹാഷ്മി, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനോ നേതാവോ ഒന്ന് മാറ്റിവെക്ക്. അങ്ങയ്ക്ക് ഇന്ന് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പുകളിൽ വിശ്വാസമുണ്ടോ? അങ്ങയ്ക്ക് ഇന്നത്തെ ജുഡീഷ്യറിയിൽ രാജു പി നായർ അങ്ങനെ വിശ്വാസമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്റ്റേറ്റിന്റെ പിന്തുണ ഇല്ലാതെ രാഷ്ട്രീയ പാർട്ടിയെ ശക്തി പ്രാപിച്ച പാരമ്പര്യമുള്ളവരാണ്. ബാക്കി ആർക്കും ആ പ്രിവിലേജ് ഇല്ല. നിങ്ങൾ ഇവിടെ ഇപ്പോ അന്ന് രാഹുൽ ഗാന്ധി അവിടെ പ്രസംഗത്തിൽ പറയുന്നത് പ്രകാരം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരു സ്റ്റേറ്റിന്റെ പിന്തുണ ഇല്ലാതെ സ്റ്റേറ്റ് ഇല്ലാതെ വന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഹാഷ്മിയുടെ നിസ്സഹായത അല്ല കോൺഗ്രസിന്റെ നിസ്സഹായത. നിങ്ങൾ തെരുവിൽ നിറയേണ്ടവരാണ്. ഹാഷ്മി, നിസ്സഹായ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ പൊരുതുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.
12 വർഷമായിട്ട് ഈ എല്ലാ പണിയെടുത്തിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നും പൊരുതി തന്നെ നിൽക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ ഇന്നത്തെ യഥാർത്ഥത്തിലുള്ള സാഹചര്യം എന്താണ് എന്ന് ഞാൻ അങ്ങേക്ക് വരച്ചു കാട്ടിയാണ്. സുപ്രീം കോടതിയിൽ പോലും നീതി ലഭിക്കാത്തൊരു രാഷ്ട്രമായി ഇന്ത്യ മാറിയിരിക്കുന്നു. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണെന്ന് പറയുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ നുണകളിൽ ഒന്നാണ്. ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രം മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ പി ആർ ശിവശങ്കർ, ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് നമ്മുടെ പാസ്പോർട്ടിന്റെ ആദ്യ പേജ് മറിക്കുമ്പോൾ തന്നെ അതിൽ ഈ രാജ്യത്തെ പൗരന് ഇന്ത്യയുടെ രാഷ്ട്രപതി, സാക്ഷാൽ രാഷ്ട്രപതി നൽകുന്ന ഉറപ്പുണ്ട്. അതിൽ പറയുന്നത് these are to request and require in the name of the President of Republic of India all those whom it may concern to allow the bearer to pass freely without let or hindrance and to afford him or her every assistance and protection of which he or she may stand in need എന്ന് പറയാണ്. നമ്മൾ ഗ്യാരണ്ടി നിൽക്കുന്ന നമ്മുടെ രാഷ്ട്രപതിയാണ്. പി ആർ ശിവശങ്കർ, അങ്ങൊരു വിദേശ രാജ്യത്തേക്ക് പോകുമ്പോൾ വിദേശിയായ എയർപോർട്ട് ഉദ്യോഗസ്ഥൻ അറിയില്ല താങ്കൾ ഇവിടുത്തെ BJP-യുടെ പ്രധാനപ്പെട്ട നേതാവാണെന്ന്, വക്താവാണെന്നൊക്കെ. ആ പാസ്പോർട്ട് നോക്കി അവർ അങ്ങേ തിരിച്ചറിയുന്നത് എന്താണ്? പി ആർ ശിവശങ്കർ ദ ഇന്ത്യൻ സിറ്റിസൺ എന്നാണ്, അല്ലേ? അത് രാജ്യത്തിനകത്തൊരു പൗരത്വ രേഖയല്ല എന്ന് പാസ്പോർട്ട് സേവാ ദിവസ് തന്നെ ആവർത്തിച്ചുറപ്പിച്ച് അടിവരയിടുന്നതിന്റെ ലക്ഷ്യം നേരത്തെ പറയുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അതിലുണ്ടോ ശ്രീ പി ആർ ശിവശങ്കർ? എനിക്ക് എത്ര മിനിറ്റ് കിട്ടും ഒരു ഐഡിയ അനുസരിച്ച് പറയാൻ വേണ്ടിയാണ് ഇപ്പം, അല്ലെങ്കിൽ 7:30 ഇന്റർവ്യൂ മറ്റേ ഇത് വിളിച്ചേക്കരുത്, ഇടവേള വിളിച്ചേക്കരുത്. അങ്ങ് പറഞ്ഞോളൂ. ഒന്ന് പറഞ്ഞാൽ ഞാൻ അതനുസരിച്ച് എൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഞാൻ ചെറുതാക്കിയ പോലെ. ശരി, ഒന്ന്, ഇവിടെ 2 കാര്യങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഒന്ന് ശ്രീ രാജഗോപാൽ, ടെലിഗ്രാഫിൻ്റെ പത്രാധിപരായിട്ടുള്ള രാജഗോപാലിൻ്റെ വിഷയം ഒന്ന്. 2, നമ്മൾ എല്ലാം കൂടി ചർച്ച ചെയ്തിട്ടുള്ള പാസ്പോർട്ടിൻ്റെയും അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പിൻ്റെയും വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള രണ്ടാമത്തെ ഭാഗം. ഞാൻ 2 ഭാഗങ്ങളായിട്ട് പറയാം. ആദ്യത്തെ ഭാഗം അത് ശ്രീ രാജഗോപാൽ ഉന്നയിച്ചിട്ടുള്ള പല വിഷയങ്ങളും അതിൻ്റെ കൂടെ കേരളത്തിലെ മീഡിയകൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന്, അത് SIR പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ പേര് പോയി. 2, അദ്ദേഹത്തിന് SCO ൻ്റെ മുൻപിൽ പോകേണ്ടി വന്നു, മകളുടെ കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. ഇത്തരം കാര്യങ്ങളാണ് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഞാൻ കണ്ടത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇദ്ദേഹത്തിന് SIR പേര് വന്നില്ല എങ്കിൽ എൻ്റെ അടക്കം ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇവിടുത്തെ ജഡ്ജ് അദ്ദേഹം പറയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വെട്ടിപ്പോയി. എൻ്റെ പേരും വെട്ടിപ്പോയതാണ്. ഞാൻ SIR രണ്ടാമത് അവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് കൊടുത്തതാണ്. അതിൽ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളെ ഞങ്ങളും ചേർത്തിട്ടുണ്ട്. ധാരാളം BJP-കാർക്കും BJP നേതാക്കൾക്കും പോയിട്ടുണ്ട്. SIR വഴി കയറ്റിയിട്ടുണ്ട്. അത് CPM-കാരും മുസ്ലിങ്ങളും ഞങ്ങൾ തന്നെ ധാരാളം മുസ്ലിങ്ങളെ കയറ്റിയിട്ടുണ്ട് എന്നുള്ളത് ധാരാളം തെളിവെടുക്കാം. അതൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. ഏതാണ്ട് 13 ഡോക്യുമെൻറ്റുകൾ, LICയുടെ അടക്കം, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ലടക്കം, ഏതെങ്കിലും ഡോക്യുമെൻ്റ് അടക്കം, എത്രയോ 10, അങ്ങനെ നോക്കി കഴിഞ്ഞാൽ 10-40 ഡോക്യുമെൻ്റ് വരും 13 ഇതിലുള്ള. അത്തരം ഡോക്യുമെൻ്റ് അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു. 2, അദ്ദേഹം ഇന്ന് രാവിലെ നടത്തിയ രാജഗോപാലിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് 2005-ലും 2015-ലും ഈ SCOൻ്റെ ഓഫീസിൽ പോയിരുന്നു എന്നും അന്ന് SCOൻ്റെ ഓഫീസ് ഇത്ര വിപുലമായ രീതിയിലല്ലായിരുന്നുവെന്നും പെട്ടെന്ന് കഴിഞ്ഞുവെന്നും ഇപ്പോൾ കുറച്ചുകൂടി വിപുലമായ ഓഫീസിലായിരുന്നുവെന്നും. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യമായിട്ടല്ല അവിടെ പശ്ചിമ ബംഗാളിൽ ഇത്തരത്തിലുള്ള SCO ഓഫീസ്, അതായത് സ്പെഷ്യൽ ഒരു എന്താ പറയുക ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഒരു ഓഫീസിൻ്റെ മുമ്പിൽ പോകേണ്ടി വന്നത് BJP സർക്കാർ ഈ രാജ്യത്തോ അല്ലെങ്കിൽ അവിടെ വെസ്റ്റ് ബംഗാളിലോ വന്നതിന് ശേഷമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 3, അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദ ബയോമെട്രിക്കൽ സർവേസ് ഹാസ് ബീൻ കണ്ടക്റ്റഡ് 100 days ബിഫോർ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 53 ദിവസം മാത്രമായ വെസ്റ്റ് ബംഗാളിലെ BJP സർക്കാരാണ് അവിടുത്തെ പോലീസിനെ അതിനും ഏതാണ്ട് 47 ദിവസം മുമ്പ് നിയന്ത്രിച്ചിരുന്നത് എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് സ്പെസിഫിക്കലി ഹി മെൻഷൻ ദാറ്റ് ഹി ഗോട്ട് എ ഡോക്യുമെൻറ്റ് ബൈ ത്രൂ ദ ഇമെയിൽ ആൻഡ് ദ രജിസ്ട്രേഡ് പോസ്റ്റ് 2 days ബാക്ക് ദാറ്റ് ഇത് ഞങ്ങൾക്ക് നിരോധിക്കേണ്ടി വന്നത് ദ സ്റ്റേറ്റ് പോലീസ് ഹാസ് ബീൻ ഗിവൺ സം ഡിഫറൻഷ്യൽ റിപ്പോർട്ട് ഓൺ ഹിസ് സെവറൽ തിങ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കിട്ടിയ റിപ്പോർട്ടിൽ പറഞ്ഞത് എന്ന് അദ്ദേഹം ഇന്ന് രാവിലെ നടത്തിയ 2 ഒരു മലയാള പത്രത്തിന്, മലയാളം ചാനലിലും ഇംഗ്ലീഷ് ചാനലിലും നടത്തിയതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഡാറ്റയുണ്ട്, വീഡിയോ ഉണ്ട്, ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. പിന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, മകളുടെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടല്ല. ആ സമയത്ത് വളരെ ഭാഗ്യവശാൽ ആ കല്യാണം അവിടെ നടന്നു എന്നുള്ളത് മാത്രമാണ്. ഐ നെവർ മെൻഷൻ ദാറ്റ് അങ്ങനെയും പറയുന്നുണ്ട് അദ്ദേഹം. അതെനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. ഇപ്പം മകളുടെ കല്യാണവും ഞങ്ങൾ വെള്ളം മുടക്കികളും കല്യാണം മുടക്കികളും അന്നം മുടക്കികളും ഒക്കെ ആയിരുന്നു എല്ലാ കാലഘട്ടത്തിലും നിരന്തരം അത്തരം ആരോപണങ്ങളുണ്ട്.
അപ്പോൾ അദ്ദേഹം തന്നെ ഈ 3 കാര്യങ്ങളുടെയും മുന ഒടിച്ചിട്ടുണ്ട്. ഇത് 53 ദിവസം മാത്രമായ സംസ്ഥാന സർക്കാരല്ല അദ്ദേഹത്തിൻ്റെ പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് നെഗറ്റീവായിട്ട് എഴുതി കൊടുത്തത്. ഇനി അതല്ല രാജു, ഇനി അതും കൂടെ ഞങ്ങളുടെ തലയിൽ വയ്ക്കുമോ? TMC സർക്കാരിൽ ഞങ്ങൾ നിയന്ത്രിച്ചിരുന്നു എന്ന് പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. SEOൻ്റെ മുൻപിലും അദ്ദേഹം അതിന് മുമ്പ് പലതവണ പോയിട്ടുണ്ട്. SIRൽ പേരില്ലാത്തത് അദ്ദേഹത്തിൻ്റെ കൂടി തെറ്റാണ്. പലരും, ഞാനടക്കമുള്ള പലരും അത്തരത്തിൽ തിരിച്ചു കയറി വന്നതാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇവിടെ ഒരു കമാൽ പാഷ എന്നിടയ്ക്ക് വീട് വിറ്റ് പോകാനൊക്കെ, അദ്ദേഹം വീട് വിറ്റ് പോയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അവരുടെ കയ്യിലുള്ള വലിയ ബെൻസുകാരൊക്കെ ആയിട്ട് വിറ്റ് പോകാനായിട്ട് ഞാൻ സഹായിക്കാം. പക്ഷേ അങ്ങനെ വിറ്റ് പോകാൻ ഞാൻ സമ്മതിക്കില്ല. പുള്ളിയെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ, എന്തെങ്കിലും അദ്ദേഹത്തിന് പ്രശ്നമുണ്ടെങ്കിൽ വിൽക്കാതിരിക്കാൻ, ഞാൻ എല്ലാം വിറ്റ് പെറുക്കി പോകാതിരിക്കാൻ ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ശ്രമിക്കാം എന്നുള്ളതാണ്. പ്രിയപ്പെട്ട രാജു, താങ്കൾ മനസ്സിലാക്കേണ്ടത് 1965 പാസ്പോർട്ട് നിയമമുണ്ട്. അത് BJP എപ്പോഴെങ്കിലും ഭേദഗതി ചെയ്തിട്ടുണ്ടോ? താങ്കളുടെ സർക്കാർ 67ലാണ് ഈ പറയുന്ന സർക്കാർ, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ദിരാഗാന്ധി സർക്കാരായിരിക്കും അപ്പോൾ ഈ പറയുന്ന നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അതിനു മുമ്പിൽ 1955 സിറ്റിസൺഷിപ്പ് ആക്ട് വന്നേക്കുന്നത്. ബേസ്ഡ് ഓൺ ദ എവിഡൻസ്, വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ബേസ്ഡ് ഓൺ ദ എവിഡൻസ്, നോട്ട് എ സിംഗിൾ ഡോക്യുമെൻറ്റ് ആണ് ഇത്തരത്തിലുള്ള സിറ്റിസൺഷിപ്പ് നൽകേണ്ടതെന്ന് 1955 ഈ പറയുന്ന ആക്റ്റും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം വളരെ വ്യക്തമായി പറയുന്ന 2 ആക്റ്റുകളും BJP തിരുത്തിയതല്ല, അതിനു മുമ്പുള്ള കോൺഗ്രസ് സർക്കാരുകളാണ് കൊണ്ടുവന്നത്. എപ്പോഴാണ് എന്നിട്ട് ഇതിന് പ്രശ്നം വരുന്നത്? 2013 താങ്കളുടെ നേതാവായ മഹാനായ അഡ്വക്കേറ്റ് കപിൽ സിബൽ ഇവിടെ ലോ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ 2013 മുംബൈയിൽ വെച്ചിട്ടുള്ള ഒരു കേസിൽപ്പെട്ടിട്ടാണ് അന്നത്തെ കേന്ദ്ര സർക്കാർ കൂടെ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ദ പാസ്പോർട്ട് ഈസ് നോട്ട് എ എവിഡൻസ് എ സിറ്റിസൺഷിപ്പ് ഡോക്യുമെൻറ്റ് എന്നുള്ള ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട വിധി വരുന്നത്. അപ്പോൾ ഇതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. 2013 ഇത് വന്നിട്ടുണ്ട്. താങ്കൾക്ക് ഇൻസോമാനിയോ അമ്നേഷ്യ ഉണ്ടെന്ന് വെച്ചിട്ട് അതിനെ ഞങ്ങളുടെ പാർട്ടി അതിനകത്ത് പറയരുത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ആ കാലഘട്ടത്തിലെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ഈ 2 നിയമങ്ങളും വളരെ പ്രശസ്തമാണ്. ഈ നിയമത്തിനനുസരിച്ച് മാത്രമേ ഈ കേന്ദ്രത്തിന് മറ്റുള്ള നിയമങ്ങളെ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്ന എന്ത് രേഖ അങ്ങേക്ക് ഹാജരാക്കാനുണ്ട്? ഞാൻ പറയാം സാർ. എനിക്കൊരു 5 മിനിറ്റല്ലേ കിട്ടിയുള്ളൂ, ഏതാണ്ട് 25 മിനിറ്റ് ശേഷമല്ലേ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ 2 ഉത്തരം കൂടെ പറയണം. പൊളിറ്റിക്കലി ഓൾസോ ഐ ഹാവ് ടു ആൻസർ ദാറ്റ്. ഇപ്പോൾ കമാൽ പാഷ പറഞ്ഞല്ലോ, ഇപ്പോൾ പാർലമെൻറ്റ് അംഗീകരിച്ച കാര്യങ്ങളെ ഇവിടെ നടക്കാവൂ, അതുകൊണ്ട് പഴയ ഭരണഘടന അയച്ചു തന്നു. പഴയ ഭരണഘടന അയച്ചതെന്ന് വെച്ചാൽ പുതിയ ഭരണഘടന മാറ്റിയെന്നല്ലേ അർത്ഥം. അപ്പോൾ പുതിയ പാർലമെൻറ്റിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നും ഒരു പ്രത്യേക കാലഘട്ടത്തിന് മുമ്പിലുള്ള പാർലമെൻറ്റിനെ താൻ അംഗീകരിക്കുകയുള്ളൂ എന്നും അതിനുശേഷം പാർലമെൻറ്റിൽ നടത്തിയ എല്ലാ ഭേദഗതികളും എനിക്ക് പുച്ഛ വിലയാണ്. അദ്ദേഹത്തിന് വിരമിച്ചതിന് ശേഷമുള്ള ഒരു ജഡ്ജിമാരെ വിലയില്ല. അദ്ദേഹം സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ, വർക്കിംഗ് ജഡ്ജിമാരിരുന്ന് കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ പത്രസമ്മേളനവും അവർക്ക് എന്തു പറ്റിയെന്നുള്ളതൊന്നും അദ്ദേഹം അറിയുന്നില്ല, രാജുവും അറിയില്ല. ഇത്തരം ആരോപണങ്ങൾ ഒരു എളുപ്പവുമില്ലാതെ, ചരിത്രത്തിൻ്റെ പിൻബലമില്ലാതെ, സത്യത്തിൻ്റെ ലെവലേശം കാര്യങ്ങളില്ലാതെ അടിച്ചു വിടുകയാണ്. അതിന് താങ്കൾ ദയവായിട്ട് ഇത്തരത്തിലുള്ള പിന്തുണ നൽകരുത് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പാർലമെൻറ്റിലെ നിയമങ്ങൾ പുതിയത് തിരുത്തിയത് വേണം. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 1965 55 ഡോക്യുമെൻ്റ് നിയമങ്ങൾ ഞങ്ങൾ തിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ദയവായി പറഞ്ഞു തരണം. ഇന്ന തിരുത്തൽ കൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഇത്തരം പൗരത്വം നഷ്ടപ്പെട്ടതെന്ന്. താങ്കൾ ചോദിച്ച ഈ കാര്യം, അതിന് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. ഹാഷ്മി ചോദിച്ച എന്താണ് പൗരത്വ രേഖ എന്നുള്ളത്, അത് വളരെ കൃത്യമായി പൗരത്വ ആക്റ്റിൽ പറയുന്നുണ്ട്. 1955 ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ്. ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് ആധാർ കിട്ടി, അല്ലെങ്കിൽ ഒരാൾ റേഷൻ കാർഡ് മേടിച്ചു, അതല്ലെങ്കിൽ ഇപ്പോൾ പാസ്പോർട്ട് തന്നെ എത്രയോ രാജ്യങ്ങളിൽ ഡോക്യുമെൻ്റ് അല്ല, സിറ്റിസൺഷിപ്പിൻ്റെ രേഖയല്ല. ലൈക്ക് എക്സാമ്പിൾ ജർമ്മനി, ഫ്രാൻസ്, കാനഡ തുടങ്ങിയ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നും ഇത്തരം സിറ്റിസൺഷിപ്പ് തെളിയിക്കുന്ന രേഖകളല്ല പാസ്പോർട്ട്. ഞാൻ അങ്ങനത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ, മറ്റുള്ള രാജ്യങ്ങൾ പോട്ടെ, യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ ഞാൻ ധാരാളം പറഞ്ഞു തരാം. അപ്പോൾ ഇത്തരം പല രാജ്യങ്ങളിലും പാസ്പോർട്ട് ഈസ് ഓൺലി എ ട്രാവലിംഗ് ഡോക്യുമെൻറ്റ്. ഇറ്റ് സ്പെസിഫിക്കലി മെൻഷൻ ഇൻ 1967 ആക്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് അലോ ആൻ ഇന്ത്യൻ ടു ട്രാവൽ എബ്രോഡ് എന്ന് വളരെ കൃത്യമായി ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. പാസ്പോർട്ടിൻ്റെ മുന്നിൽ അത്രയും അടിക്കാൻ പറ്റാത്ത കാരണം ഇനിയിപ്പോൾ ഹാഷ്മി പറഞ്ഞ പോലെ മുഴുവൻ ആ ഡോക്യുമെൻറ്റും പാസ്പോർട്ടിൽ അടിച്ചു വേണമെങ്കിൽ നമുക്കൊരു വാശി ഉന്നയിക്കാം. ഞാൻ തീർച്ചയായിട്ടും അത് ആവശ്യപ്പെടാം. അപ്പോൾ ഒരു 100-200 പേജുള്ള പാസ്പോർട്ട് ആയിരിക്കും അതിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ എന്ന് പറയുന്നത്. കാലാകാലങ്ങളായി നിയമത്തിൽ
പാസ്പോർട്ട് എക്സലൻറ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, പാസ്പോർട്ട് കൊടുക്കുന്ന ആർക്കാണ്? ഇന്ത്യക്കാർക്ക് മാത്രമല്ല. ദ സെവറൽ ടൈംസ് 2023 കുറച്ചൊന്നും 2023 മദ്രാസ് ഹൈക്കോർട്ട്, ഞാൻ ഡേറ്റ് വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞുതരാം, മദ്രാസ് ഹൈക്കോർട്ട് ഹാസ് ബീൻ ക്ലിയർലി മെൻഷൻ ഒരു റെഫ്യൂജിക്ക് പാസ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ മറ്റുള്ള പബ്ലിക് സെർവൻസിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ജനിച്ച ഇതിപ്പോൾ തമിഴ് ശ്രീലങ്കൻ റെഫ്യൂജിക്കായിരുന്നു ഈ പാസ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത്. ഈ 2013 ഓർഡർ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഇഫ് ഹീസ് നോട്ട് എ ഇന്ത്യൻ സിറ്റിസൺ ഹീ ക്യാൻ ഗീവ് ദ പാസ്പോർട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ ഹൈക്കോർട്ട് ഓർ എനി പാർലമെൻറ്റ് ഓർഡർ. അതുകൊണ്ട് സംസ്ഥാനങ്ങൾക്കും സംസ്ഥാനത്തിനും പാർലമെൻറ്റിനും ഹൈക്കോടതികൾക്കും ഇത്തരത്തിൽ ഇന്ത്യക്കാരല്ലാത്തവർക്ക് കൂടി പാസ്പോർട്ട് കൊടുക്കുവാൻ അതിൻ്റെ പ്രൈമറി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അത് 2000 താങ്കൾക്ക് കിട്ടിയ അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് എനിക്കും കിട്ടിയിട്ടുള്ളത്. അതായത് എനിക്കും താങ്കൾക്ക് കിട്ടിയത് മാത്രമല്ല, www.passportindia.gov.in എന്ന് പറയുന്ന സർക്കാരിന്റെ വെബ്സൈറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: വെൽക്കം ടു പാസ്പോർട്ട് സേവ, ഡെലിവറിംഗ് പാസ്പോർട്ട് സർവീസസ് ടു സിറ്റിസൺസ് ഇൻ എ ടൈംലി ആക്സസിബിൾ ആൻഡ് റിലയബിൾ മാനർ. പൗരന്മാർക്ക് കൊടുക്കുന്ന അക്കോർഡിംഗ് ടു സർക്കാർ വെബ്സൈറ്റ്. അതെ, പൗരന്മാർക്ക് കൊടുക്കുന്നതാണ്. പൗരന്മാർക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, അത് പൗരന്മാർക്ക് കൊടുക്കാനുള്ളതാണ്. പക്ഷേ ചില സമയത്ത് അത് പൗരന്മാർക്കല്ലാത്തതും കൊടുക്കും. അതുകൊണ്ട് എല്ലാ പൗരന്മാർക്ക് കൊടുക്കാനുള്ള ഡോക്യുമെൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് അത് പൗരത്വം തെളിയിക്കാനില്ല ഉള്ളതല്ല എന്ന് പറഞ്ഞത് ഞാനല്ല. 1967 ഡോക്യുമെന്റ് അത് തിരുത്താമെങ്കിൽ നമുക്ക് തിരുത്താം, ചർച്ച ചെയ്യാം. ആ ഡോക്യുമെന്റ് പ്രകാരമാണ്. അതല്ലാണ്ട് BJP അധികാരത്തിൽ വന്നപ്പോൾ അത്തരത്തിൽ പാസ്പോർട്ട് നിയമത്തിൽ തിരുത്തിയതല്ലാന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പാസ്പോർട്ട് സേവയിൽ സകല രേഖകളും അത് ഇന്ത്യൻ സിറ്റിസൺസിന് കൊടുക്കുന്ന രേഖയാണ്. PR ശിവശങ്കർ പറഞ്ഞു അല്ലാത്തവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി രാജീവ് പി നായർക്കും MN കാരശ്ശേരിക്കും PR ശിവശങ്കറും എനിക്ക് പാസ്പോർട്ട് കിട്ടിയത് ഈ രാജ്യത്തെ പൗരൻ എന്നുള്ള മാനദണ്ഡത്തിൽ മാത്രമാണ്. പക്ഷേ അത് നമ്മുടെ പൗരത്വ രേഖയുമല്ല. MN കാരശ്ശേരി, നേരത്തെ PR ശിവശങ്കർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ: ഒന്ന് പാസ്പോർട്ട് ആക്ടും, രണ്ട് പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമത്തിന്റെ കാര്യം 100% സാങ്കേതികമായി ശരിയാണ്. ഇക്കാലം അത്രയും പ്രശ്നമില്ലാതിരുന്ന സാങ്കേതികത ഇപ്പോൾ ഒരു പ്രശ്നഭരിതമാവാനുള്ള കാരണം രാഷ്ട്രീയ കാരണം ഓഫ് കോഴ്സ് ഉണ്ടല്ലോ. കാരശ്ശേരി, രാജ്യം നഷ്ടമാവലെന്നാൽ കിടപ്പാട് നഷ്ടമാവലെന്നാണ്. അത് വേദനാജനകമാണ്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമുക്ക് 80 വർഷമാകാൻ പോവാ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മൾ. ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും രാജ്യത്ത് ലക്ഷങ്ങൾ ആ ഭീതിയിൽ കഴിയേണ്ടി വരുന്നുണ്ടെങ്കിൽ ആരാ പൗരൻ? ഞാനാണോ നീയാണോ എന്ന സംശയത്തിൽ പരസ്പരം സംശയിച്ച് നോക്കേണ്ടി വരുന്നെങ്കിൽ അത് പൗരന്റെ ഗതികേടാണോ നാടിന്റെ ഗതികേടാണോ? MN കാരശ്ശേരി. ഹാഷ്മി, ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുന്നത് ഹിറ്റ്ലറുടെ ഒരു നടപടിയാണ്. 2ാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം എല്ലാവർക്കും അറിയുന്ന മാതിരി ആത്മഹത്യ ചെയ്തു. അത് കഴിഞ്ഞ് ന്യൂറംബർഗ് വിചാരണ ഉണ്ടായിരുന്നു. ആ വിചാരണയിലാണ് ഒരു കഴിക്കുന്ന തമാശ പുറത്തു വരുന്നത്. യഹൂദന്മാരോട് അദ്ദേഹം ഒരു അന്യായവും കാണിച്ചിട്ടില്ല. കാരണം അവർക്ക് പൗരാവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? അവരെ നേരത്തെ ഹിറ്റ്ലർ പൗരന്മാരല്ലാതാക്കിയാൽ പിന്നെ പൗരാവകാശം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇപ്പം എന്താ ഉണ്ടാകുന്ന വെച്ചാൽ ആരാണ് പൗരൻ ആരാണ് പൗരനല്ലാത്തത് എന്ന് കേന്ദ്ര ഗവൺമെൻറ് അപ്പോൾ തീരുമാനിക്കും എന്നാണ് വന്നത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ടെലിഗ്രാഫിൻ്റെ മുൻ പത്രാധിപർ R. രാജഗോപാൽ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം തിരുവനന്തപുരത്തെ എക്കണോമിക്സിൻ്റെ പ്രൊഫസർ V. രാമദാസിൻ്റെ പുത്രനാണ്. രാമദാസ് ഒരു ഗാന്ധിമാർഗ പ്രവർത്തകനായിരുന്നു. മദ്യനിരോധ പ്രസ്ഥാനത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. 2003 തൊട്ട് കഴിഞ്ഞ 23 കൊല്ലമായി ബംഗാളിൽ ബാലിഗഞ്ച് എന്നുള്ള സ്ഥലത്ത് സ്ഥിരതാമസമാണ് രാജഗോപാലും കുടുംബവും. അദ്ദേഹം 2010 തൊട്ട് അവിടുത്തെ എല്ലാ ഇലക്ഷനും വോട്ട് ചെയ്തിട്ടുണ്ട്. 2005 അദ്ദേഹം പാസ്പോർട്ട് മേടിച്ചത്. 2015 അത് പുതുക്കി. 2025 അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു. 2026 ഫെബ്രുവരിയിലാണ് അദ്ദേഹം അത് പുതുക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ സ്വാഭാവികമായിട്ടും രാജഗോപാലിൻ്റെ പേരില്ല. കാരണം 2002 അദ്ദേഹം കൽക്കട്ടയിലുണ്ട്. അന്ന് അദ്ദേഹം ഒരു സ്ഥലത്ത് സ്ഥിരതാമസമൊന്നുമല്ല. അദ്ദേഹം നേരത്തെ ബോംബെയിലും ഡൽഹിയിലൊക്കെ പത്രപ്രവർത്തകനായിരുന്ന ആളാണ്. ആ കാരണം പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് പുതിയ വോട്ടർ പട്ടികയിൽ പേര് വെട്ടിയത്. ആ വോട്ടർ പട്ടികയിലെ പേര് വെട്ടിയ കാര്യം പറഞ്ഞിട്ടാണ് പാസ്പോർട്ട് പുതുക്കുകയില്ല എന്ന് പറഞ്ഞത്. പാസ്പോർട്ട് പുതുക്കാൻ ആവശ്യമായ പല രേഖകളുണ്ടല്ലോ. ഇപ്പോൾ SLC ബുക്കിൻ്റെ 1ാമത്തെ പേജ്, അല്ലെങ്കിൽ ആധാർ കാർഡ്, അല്ലെങ്കിൽ വോട്ടേഴ്സ് ID, അല്ലെങ്കിൽ പാൻ കാർഡ്, അങ്ങനെ അനവധി കാര്യങ്ങൾ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ കൊടുത്തിട്ടും അദ്ദേഹത്തിന്
ബോധ്യമായ ഒരു കാരണം അവർക്ക് പറയാനില്ല. അപ്പം പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തോട് കാണിച്ച ഈ മര്യാദകേട് എഡിറ്റേഴ്സ് ഗിൽഡ് പ്രതിഷേധിച്ചപ്പോൾ, ഈ മര്യാദകേടിനെതിരായിട്ട് എഡിറ്റേഴ്സ് ഗിൽഡ് പ്രതിഷേധിച്ചപ്പോൾ പല ഭാഗത്തുനിന്നും ചോദ്യം വരികയാണ്. പ്രധാനമന്ത്രിയെ നിരന്തരം അവമാനിക്കുന്ന ഒരാളാണ് രാജഗോപാൽ. സ്മൃതി ഇറാനിയെ അവമാനിച്ച് പലപ്പോഴും എഴുതിയിട്ടുണ്ട്. അന്നൊക്കെ എഡിറ്റേഴ്സ് ഗിൽഡ് എവിടെയായിരുന്നു? അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നൊരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗുഡ് ബുക്സിൽ ഇല്ലാത്ത ഒരാളാണ് രാജഗോപാൽ. സ്വാഭാവികമാണ്. കാരണം എൻ്റെ ധാരണയിൽ അദ്ദേഹം അങ്ങേയറ്റം ധീരനും സത്യസന്ധനുമായൊരു പത്രപ്രവർത്തകനാണ്. തനിക്ക് സത്യമാണ് എന്ന് തോന്നുന്നത് ധീരമായിട്ട് പറയുകയും എഴുതുകയും ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ വന്നത് ഇതിനൊരു നിയാമക തത്വമില്ല. പറഞ്ഞല്ലോ, സിറ്റിസൺ ആയതുകൊണ്ടാണ്. സിറ്റിസൺ അല്ലാത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ ന്യായം പറയണം, പാസ്പോർട്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ 2013 എൻ്റെ ഓർമ്മ, ബോംബെ ഹൈക്കോടതി ഒരു വിധി പറഞ്ഞു, സെപ്റ്റംബറിലാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ, ഞാൻ ഒരു നിയമവിദഗ്ധനല്ല, ഞാൻ വായിച്ച ലേഖനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറയാണ്, അത് ഒരു പൊതുവായ നിയമമായിരുന്നില്ല, ആ ഒരു പ്രത്യേക കേസിന് മാത്രം ബാധകമായിരുന്നു. പക്ഷേ 2025 ബോംബെ ഹൈക്കോടതി പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വിദേശകാര്യ വകുപ്പ് തന്നെ പറഞ്ഞു. അപ്പോൾ എന്താണ് പൗരത്വം, ആരാണ് പൗരൻ, അതിൻ്റെ നിയാമക തത്വം എന്താണ്, അതിൻ്റെ കൃത്യമായ പ്രൂഫ് എന്താണ് എന്ന് അപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാവുക. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച്, അല്ലാതെ പാർലമെൻറ്റിൻ്റെയോ ഭരണഘടനയുടെയോ തത്വത്തിനനുസരിച്ചല്ല, ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് ആർക്കൊക്കെ പൗരനാണെന്ന് പറയാമോ അവരെ പറയും, അല്ലാത്ത ആളെ പറയില്ല. ഇത് വലിയ ആശങ്ക. ഇപ്പോൾ 27 ലക്ഷം ആളുകളാണ് വെസ്റ്റ് ബംഗാളിൽ ഇതിന് പരാതി കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ വായിച്ചത്. ആ കണക്ക് കൃത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആസാമിൽ ഈ വലിയ ബംഗാളിൽ ഈ പ്രശ്നമുണ്ട്. ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയ ആകാംക്ഷയാണ് ഉണ്ടാക്കുന്നത്. കരശ്ശേരി മാഷെ, അവിടെ BJPയും TMCയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എത്രയാണെന്ന് അറിയാം? 32 ലക്ഷമേ ഉള്ളൂ. 27 ലക്ഷത്തിൽ കൂടുതൽ പോയത് ഈ പറയുന്ന അവിടുത്തെ മാൾഡ പോലെയുള്ള, സൗത്ത് 24 പർഗാനസ് പോലെയുള്ള, നോർത്ത് 24 പർഗാനസ് പോലെയുള്ള TMCക്ക് കൂടുതൽ വോട്ടുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണെന്ന് TMC ആരോപിക്കുന്നുമുണ്ട്. ജയിച്ചത് എത്രയാണ്? 32 ലക്ഷം വോട്ടിന്. വെട്ടിമാറ്റപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ തൃശങ്കൂരിൽ നിൽക്കുന്ന വോട്ടുകൾ 27 ലക്ഷം വോട്ട്. അതെ, ജനാധിപത്യത്തിൻ്റെ സൗകര്യ വിരുദ്ധമായി പൗരാവകാശങ്ങളുടെ പേരിൽ പറഞ്ഞിട്ട് പൗരത്വത്തിനെതിരായിട്ട്, അതാണ് പൗരത്വമാണല്ലോ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം. രാജാധിപത്യം, സാമ്രാജ്യത്വം ഒക്കെ പറഞ്ഞാൽ നമ്മൾ പ്രജകളാണ്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ് അന്ന് സബ്ജക്റ്റ് എന്നാ പറയാം. ഇപ്പോൾ പറയുന്നത് സിറ്റിസൺ എന്നാണ്. അപ്പോൾ സിറ്റിസൺഷിപ്പ് എന്താണ് എന്നുള്ളത് ഇപ്പോൾ 2019 ഭേദഗതി നിയമത്തിൻ്റെ താല്പര്യം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഇന്ത്യ ഹിന്ദുക്കളുടേതാണ്. ഇവിടുത്തെ പൗരത്വം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചൂളം വിളി അതിനകത്തുണ്ട്. അതിനെതിരായിട്ടാണ് പല ഭാഗത്തും പ്രതിഷേധങ്ങൾ ഉയർന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ രീതിയിൽ ആ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ആവിഷ്കാരം വേറെ രീതിയിൽ വരുത്തുകയാണ്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ആധാർ കാർഡോ വോട്ടേഴ്സ് ID യോ പാൻ കാർഡോ റേഷൻ കാർഡോ SLC ബുക്കോ ഒന്നും നിങ്ങളുടെ പൗരത്വത്തിൻ്റെ ആധാരമായി ഞങ്ങൾ സ്വീകരിക്കില്ല. അത് എന്താണ് ആധാരം? അത് ഗവൺമെൻറ് അപ്പോൾ പറയും. അത് ഗവൺമെൻറ് എന്താ സൗകര്യം അത് പറയും. അപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് 2019 കൊണ്ടുവന്ന ആ പൗരത്വ ഭേദഗതി നിയമമാണെന്നാണ് എൻ്റെ കണക്ക്. അതിൻ്റെ ഒരു പുതിയ ഇരയാണ് നിർഭാഗ്യവശാൽ രാജഗോപാൽ. കയ്യിൽ ഈ കടലാസുകൾ ഇപ്പോൾ ഇപ്പൊ വെട്ടിക്കളയാണ്. അതെ, റീഇൻസ്റ്റേറ്റ് ചെയ്യാനുള്ള രേഖകൾ ഈ പറയുന്ന പോലെ PR ശിവശങ്കർ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരുപാട് BJPക്കാർ ഒഴിവാക്കിയത് കയറ്റിയെന്ന് പറയുന്നു. അതേ രേഖ കൊടുത്തു, എന്നിട്ട് ഒരു കാര്യം അവിടെ ഉണ്ടായില്ല. ഞാൻ രാജു P. നായർ, ഇവിടെ ശ്രീ കാരശ്ശേരി മാഷ് പറഞ്ഞു കഞ്ചൻ ഗുപ്ത എന്ന് പറയുന്ന സംഘപരിവാർ അനുകൂല മാധ്യമപ്രവർത്തനം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അദ്ദേഹം ഈ PIBയുടെ സീനിയർ അഡ്വൈസർ എന്തോമാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന വേർ വാസ് ദ ഇന്ത്യ എഡിറ്റേഴ്സ് ഗിൽഡ് എത്തിക്സ് when day after day R. Rajagopal ran a toxic campaign against Modi government not to critique it but indulge in ad hominem vitriolic abuse. Remember how Smriti Irani was labelled anti-national in a front page banner headline, roll your outrage and smoke it. എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ വളരെ അടുത്ത് നിൽക്കുന്ന ആൾ പറയുകയാണ് രാജഗോപാൽ അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളാണ്. അപ്പോൾ ശ്രീ PR ശിവശങ്കർ നേരത്തെ പറഞ്ഞ തികച്ചും സാങ്കേതിക പ്രശ്നം മാത്രമല്ല, മറ്റു ചില കാരണങ്ങൾ അതിലുണ്ട്.
അല്ലല്ല, ഇത് സാങ്കേതിക പ്രശ്നമൊക്കെ പറയും. ഞാൻ ചോദിക്കട്ടെ, എല്ലാം സാങ്കേതിക തികവോടുകൂടി അല്ലല്ലോ രാജ്യത്ത് നടക്കുന്നത്. ഒരു ഗവൺമെന്റിന്റെ ഇന്റന്റ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ നടപടികളിലുള്ള സത്യസന്ധത എന്താണെന്നുള്ളത്, ഉദ്ദേശം എന്താണെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇത്രയും നാളും ഇത് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പാസ്പോർട്ട് ആക്ട് പ്രകാരം തന്നെ സിറ്റിസൺഷിപ്പ് ഡോക്യുമെന്റ്, പക്ഷേ അത് പ്രീ കണ്ടീഷനാണ്. ഇന്ത്യൻ പാസ്പോർട്ട് ലഭിക്കണമെങ്കിലുള്ള പ്രീ കണ്ടീഷനാണ്. നിങ്ങൾ പ്രീ കണ്ടീഷനായിട്ട് പറയുന്ന എല്ലാ രേഖകളെയും നിങ്ങൾ വെട്ടിക്കളയുകയാണ്. ഡോക്യുമെന്റ് അല്ല എന്ന് പറയാം, ആധാർ അല്ല, ജനന സർട്ടിഫിക്കറ്റ് അല്ല, മറ്റൊന്നും നിങ്ങൾ ഡോക്യുമെന്റ് അല്ല. അങ്ങനെ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇന്ത്യൻ പാസ്പോർട്ട് സ്റ്റേബിളായിട്ട് നിൽക്കുക? അതങ്ങനെ അതിന് ഇന്ത്യൻ പാസ്പോർട്ട് മാത്രമായിട്ടൊരു ഇതുണ്ടോ? പ്രീ കണ്ടീഷനായിട്ട് സിറ്റിസൺഷിപ്പ് പറയുന്നൊരു ഡോക്യുമെന്റ്, അതിന് എക്സെപ്ഷൻ ഉള്ളത് വളരെ ഇതായിട്ടുള്ള കേസ് മാത്രമേ ഉള്ളൂ. അതല്ലാതില്ല. ആ പ്രശ്നം എവിടെയാ? ഇപ്പൊ 2013 ബോംബെ ജഡ്ജ്മെന്റ് വന്നു. 2013 ബോംബെ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ശക്തിപ്പെടുത്തേണ്ട നടപടികളാണ് 2014 വന്ന നരേന്ദ്രമോദി എടുക്കേണ്ടത്. ഇന്ത്യൻ ദേശം ഇല്ല, ഇന്ത്യ ഈ ലോകത്ത് മുഴുവൻ അഭിമാനമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ക്യാമ്പയിൻ ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പാസ്പോർട്ടിന് ബോംബെ ജഡ്ജ്മെന്റ് വായിക്കുന്നതിലെ പ്രശ്നമുണ്ട് രാജീവ് നായർ. ആ ബോംബെ ജഡ്ജ്മെന്റ് യഥാർത്ഥത്തിൽ പാസ്പോർട്ട് ഇൻവാലിഡ് ആണെന്ന് പറയുന്നില്ല, അത് ടെർമിനേറ്റ് ചെയ്ത പാസ്പോർട്ടാണ് എന്ന് പറഞ്ഞാൽ അത് ആ കേസിൽ ടെർമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു പാസ്പോർട്ട് എന്നാണ് പറയുന്നത്. അത് നമുക്ക് പാസ്പോർട്ട് രേഖയല്ല എന്ന് ബോംബെ ഹൈക്കോടതി പറഞ്ഞു എന്ന് ആധികാരിക പറയാൻ കഴിയില്ല. ആ വിധി വായിച്ചത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അതിലേക്ക് പോകാത്തത്. ഇല്ലില്ല, അല്ലല്ല ഹാഷ്മി, ഞാൻ പറഞ്ഞത് ഇവർ സാങ്കേതികമായിട്ട് പറയുന്നത് 65 ആക്ടാണ്. 65 ആക്ടിൽ പറയുന്നത് എന്താ? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഒരു പ്രീ റിക്വയർമെന്റ് ആണ്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇല്ലാത്തവർക്ക് പാസ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. എക്സെപ്ഷണൽ കേസ് രാജ്യം തീരുമാനിക്കുന്നതിലാണ്. അതിപ്പോൾ ചിലപ്പോൾ അഭയാർത്ഥികളായിട്ട് വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അസൈലം തേടുന്ന ഒരാളായിരിക്കാം. അത് ഗവൺമെന്റ് തീരുമാനിക്കുന്ന സ്പെസിഫിക് കേസുകൾ, അത് എക്സെപ്ഷനാണ്. മറ്റുള്ള എല്ലാ പാസ്പോർട്ടിനും സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് പ്രീ റിക്വയർമെന്റ് ആണ്. അതിനെ എങ്ങനെയാണ് തള്ളിക്കളയാൻ പറ്റുക? അപ്പോൾ പ്രീ റിക്വയർമെന്റ് കൊണ്ട് കിട്ടുന്ന ഒരു സംഭവം പിന്നെ ഡോക്യുമെന്റ് അല്ല എന്ന് പറയും. ഞാൻ പറഞ്ഞ ഒരു ലീഗൽ കൺഫ്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ ജനങ്ങളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ സർക്കാർ എടുക്കേണ്ട നടപടികളായിരുന്നു. അത് എടുത്തിട്ടില്ല. പകരം എന്താ ഇവർ ചെയ്യുന്ന ഇവരുടെ വഴിക്കാണ്. ഇവരിതെല്ലാം അവസാനം കൊണ്ടുവന്ന് എത്തിക്കാൻ നോക്കുന്നത് NRCയിലാണ്. ആ NRC ഡോക്യുമെന്റ് ആണ് ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ, അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രം എന്നുള്ള RSSന്റെ സ്വപ്നത്തിന്റെ ഏറ്റവും വലിയ ടൂൾ, ആയുധം എന്ന് പറയുന്നത് NRC ആണ്. അതിലേക്കാണ് ഇത് മുഴുവൻ കൊണ്ടുവരുന്നത്. അമിത്ഷാ റിപ്പീറ്റഡ്ലി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ NRC നടപ്പാക്കും, ഞങ്ങൾ എന്തു ചെയ്താലും NRC നടപ്പാക്കും എന്നുള്ളത് ഒരിക്കലും പാറാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിൽക്കുന്നതിന്റെ കാര്യം എന്താ? അതിലൂടെ ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ആയുധമാണ് NRC. അതിലേക്ക് എത്തിക്കുകയാണ് ഇത് മുഴുവൻ. ശ്രീ രാജഗോപാലിന്റെ വിഷയം മാത്രമല്ല, അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ മാത്രം വിഷയമല്ല. SIR ഉൾപ്പെടെ മുഴുവൻ ചെയ്യുന്നത്. ഇപ്പോൾ ശ്രീ ശിവശങ്കരൻ കേരളത്തിലിരുന്നുകൊണ്ട് ഞാൻ ഇത്ര ആൾക്കാരെ കയറ്റി മുസ്ലിങ്ങൾക്കും ഇത് കൊടുത്തു, അത് അങ്ങയ്ക്ക് ഈ സംസ്ഥാനം മതേതരമായിട്ട് നിലനിൽക്കുന്നതിന്റെ ബെനിഫിറ്റാണ് അങ്ങയ്ക്ക്. അല്ലെങ്കിൽ കേരളത്തിലുള്ള മനുഷ്യർക്ക് ലഭിച്ചത് ഈ സംസ്ഥാനം ഇന്നും RSSന് പിടിക്കാൻ കഴിയാത്ത, പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായിട്ടും ജനതയായിട്ടും നിലനിൽക്കുന്നതിന്റെ ബോണസാണ് അങ്ങേക്ക് കിട്ടിയത്. അങ്ങയുടെ അവസ്ഥയല്ല വെസ്റ്റ് ബംഗാളിൽ, അങ്ങയുടെ അവസ്ഥയല്ല മഹാരാഷ്ട്രയിൽ, അങ്ങയുടെ അവസ്ഥയല്ല UPയിൽ. അവിടെയെല്ലാം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെയും സംവിധാനങ്ങൾ ഉപയോഗിച്ച് എന്തായാലും ഈ സംസ്ഥാനങ്ങൾ, പല സംസ്ഥാനങ്ങളിൽ SIRും അതിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ട ആൾക്കാരുടെ ഈ പറയുന്ന എത്ര പേർ ഏതൊക്കെ ഭാഗത്തിൽപ്പെട്ടവർ ഒന്ന് നോക്കിയാൽ ഒരുപക്ഷെ രാജു പിന്നാർ പറയുന്നത് ഒരുപക്ഷെ രാഷ്ട്രീയ അടിവരയാകാം. ശ്രീ PR ശിവശങ്കർ, ഇവിടെ ഇപ്പോൾ ഗോൾവാൾക്കറിന്റെ ദേശീയ എന്ന അദ്ദേഹം ഈ പറഞ്ഞ അതിർത്തി ടെറിട്ടോറിയൽ നാഷണാലിറ്റിക്ക് എതിരായിരുന്നു. അദ്ദേഹം വംശശുദ്ധിയൊക്കെ ആയിരുന്നു, സാംസ്കാരിക ഏകതയൊക്കെ. എന്നാൽ വംശശുദ്ധിക്ക് വേണ്ടി ഹിറ്റ്ലർ നേരത്തെ കാരശ്ശേരി മാഷ് പറഞ്ഞു. ആ ഹിറ്റ്ലർ നടത്തിയ വംശഹത്യയൊക്കെ അദ്ദേഹം വളരെ ആവേശത്തോട് കണ്ടിരുന്ന ആളാണ്. പോട്ടെ, ഇന്ത്യൻ ലീഗൽ സിസ്റ്റം ചരിത്രപരമായി ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന അതിർത്തിയാണ്. ഈ അതിർത്തി തന്നെയാണ്, അതൊരു പ്രിസംഷന്റെ പുറത്താണ്. എന്താണ് ആ പ്രിസംഷൻ? ഒരു സ്പെസിഫിക് ഡിസ്പ്യൂട്ട് ഉണ്ടാവുന്നില്ലെങ്കിൽ സാമാന്യമായി ഇന്ത്യ എന്ന് പറയുന്ന അതിർത്തിക്കകത്തുള്ളവരെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ്. ആശങ്ക ഉണ്ടാവാതിരുന്നത് അതുകൊണ്ടാണ്. ഇതുവരെ ഇവിടെ സംഭവിക്കുന്ന SIRന്റെ പേരിൽ പൗരത്വം എന്നൊക്കെ പറഞ്ഞ് ആകെ വ്യാപകമായി ഡിസ്പ്യൂട്ട് ഉണ്ടാക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണോ? താങ്കൾ നേരത്തെ പറയുന്നുണ്ട്, ഇപ്പോൾ പാസ്പോർട്ട് സേവാദിനം നമ്മൾ കഴിഞ്ഞ് 14 വർഷം ആചരിക്കുകയാണ്. അപ്പോഴൊന്നും കേൾക്കാതിരുന്ന ഇപ്പോഴെന്തിനാണ് ഒരു ഉദ്യോഗസ്ഥൻ അടിവരായിട്ട് പറയേണ്ട കാര്യം എന്താണ്? ഇതിൽ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ RSSനെയും ഗോൾവാൾക്കറിനെയും കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഹാഷ്മിക്ക് ഉറക്കം വരില്ല എന്നേ പറഞ്ഞോളൂ. വേറെ ദിവസം വേണേൽ ചർച്ചയാവാട്ടോ. പിന്നെ ഹിറ്റ്ലറുമായിട്ട് ചേർന്ന് ആരാണ് യുദ്ധം ചെയ്തതും ആരാണ് എന്നൊക്കെ ഹാഷ്മിക്കും പലവണയും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വീണ്ടും ആ ചർച്ചയിലേക്ക് പോകുന്നില്ല.
ഇത് രണ്ടും രണ്ട് ഡിഫറൻറ്റ് ലെജിസ്ലേഷനാണ്. ഇതിനെ രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് പ്രശ്നം. ഇത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്ത പോലെ ഭാവിക്കണാണോ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. പിന്നെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഈ കാര്യം പറയുമ്പോൾ ദേ ആർ നോട്ട് എ പാർട്ടി ടു ഡിസൈഡ് ദ റൂൾസ് ഓർ ലോസ്. അവർ ആസ് പെർ ദ റൂൾസ് അല്ലെങ്കിൽ ഭരണഘടനാ പ്രകാരം ഇന്നതാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്, ഇതാണ് നിയമം എന്നേ MEAക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് അവർ പറഞ്ഞേക്കുന്നത്. ആ നിയമമോ BJP ഒക്കെ ഭരിക്കുന്നതിന് ഒരു MP മാരുള്ളതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ജനസംഘത്തിൻ്റെ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പൂർണ്ണ ആധിപത്യത്തിലുണ്ടായിരിക്കുന്ന നിയമം, ആ നിയമത്തിലെ കാര്യങ്ങൾ MEA പറയുമ്പോൾ അത് ഭരണഘടനാപരമായി മാറ്റം വേണമെങ്കിൽ മാറ്റം വരുത്തണം. അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ പറയും മാഷ് പറയും പാർലമെൻറ്റിൽ ഞങ്ങൾ നിശ്ചയിക്കുന്ന ഭരണഘടനാ പ്രകാരം മാത്രമേ നടക്കുള്ളൂ, അതിന് ശേഷം 2014 ശേഷമുള്ള ഒരു മാറ്റങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല, പഴയത് മാത്രം അംഗീകരിക്കുന്നു പറയും. ഒരു മാറ്റങ്ങൾ അംഗീകരിക്കുകയില്ല. ഇതെന്തൊരു ന്യായമാണ്? ഇതൊരു സാമാന്യ യുക്തിക്ക് വേണ്ടി. ഇതിപ്പോൾ ഹരീഷ് സാൽവെ അടക്കമുള്ള ആളുകളൊക്കെ എത്രയോ തവണ നാഷണൽ ടെലിവിഷൻ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ്. പിന്നെ സർക്കാർ പറയും ആർക്കാണ് പൗരത്വമെന്ന്. സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? സംസ്ഥാനങ്ങളുടെ BJP സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ പറഞ്ഞിട്ടുണ്ടോ ഇന്നിൻ്റെതാണ് പൗരത്വമെന്ന്? രാജുവും അതേപോലെ ഹാഷ്മിയും പറയാൻ തയ്യാറാണോ? ഇവിടെ 5 കാര്യങ്ങൾ: ജനനം, പിന്തുടർച്ച, രജിസ്ട്രേഷൻ, പ്രദേശങ്ങളുടെ സംയോജനം, സ്വാഭാവിക പൗരത്വം. ഇതല്ലേ സിറ്റിസൺഷിപ്പ് ആക്ടിൽ പറഞ്ഞേക്കുന്നത് 5 കാര്യങ്ങൾ. അത് ഞങ്ങൾ തിരുത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ഏതെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടോ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രകാരം ആർക്കാണ് നഷ്ടപ്പെട്ടത് എന്ന് കൃത്യമായി പറയാൻ കഴിയണം. ഇപ്പോൾ രാജു ഇവിടെ ഇരുന്ന് നിരന്തരം നീണ്ട പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് ഒരുപാട് പൗരത്വം പോകണം. ഗുജറാത്തിൽ മുസ്ലിങ്ങൾക്ക് പൗരത്വം പോയ കണക്ക് വേണ്ട. നിങ്ങൾ സമരം ചെയ്ത ഒരു കേസ് ഒരു ന്യൂസ് ഇട്ട് തന്നെ ഞാൻ സെർച്ച് ചെയ്തിട്ടൊന്നും കാണുന്നില്ല. ഗുജറാത്തിലാണല്ലോ BJPയുടെ സമ്പൂർണ്ണമായ അധികാരമുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒന്നും പറയാനില്ലാതെ വെറുതെ ഇവ കേരളത്തിൽ വന്നിരുന്ന് രാഷ്ട്രീയം പറയുമ്പോൾ അത് ജനങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കണം. ഇത് പിന്നെ ഈ പറയുന്ന ജനന സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ മറ്റു പല സർട്ടിഫിക്കറ്റുകളും വെച്ചിട്ട് ഇത് തുടങ്ങാമല്ലോ, ഈ കാര്യങ്ങൾ തുടങ്ങാമല്ലോ. പിന്നെ ബംഗാളിൽ ഇത്തരത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറിയിട്ടുണ്ട്. ബംഗാളിൽ ജീവിക്കുന്നവർ മുഴുവൻ ബംഗാളിൽ ജനിച്ച് വളർന്നവരാണെന്ന് ഉറപ്പുണ്ടോ ഹാഷ്മിക്ക്? അത്തരം അന്വേഷണങ്ങൾ നിങ്ങൾ എന്താ പറയണത്? 6 രാജ്യങ്ങളിൽ, ഇന്ത്യക്ക് ചുറ്റുമുള്ള 6 സാർക്ക് രാജ്യങ്ങളിൽ NRC നിലവിൽ വന്നില്ലേ? അവർക്കും ഈ പ്രശ്നമുണ്ട്. റോഹിംഗ്യൻ മുസ്ലിംസ് അല്ലെങ്കിൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ, ബുദ്ധന്മാരും മറ്റ് ഇന്ത്യക്ക് മാത്രമല്ല മറ്റ് രാജ്യക്കും പ്രശ്നങ്ങളാവുന്നില്ലേ? മലേഷ്യ അടക്കമുള്ള, സിംഗപ്പൂർ അടക്കമുള്ള രാജ്യങ്ങളിൽ എന്തുകൊണ്ട് NRC നടപ്പിലാക്കി? ഇത്തരം പ്രശ്നങ്ങളുണ്ട് അവിടെയും ഇത്തരം അക്രമകാരികളുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് നിരന്തരമായി ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതിന് എത്ര തെളിവുകൾ കാണിച്ചു തരാം? BSFൻ്റെ ഈ കഴിഞ്ഞ 2 ദിവസത്തെ ട്വീറ്റ് ഒന്ന് എടുത്ത് നോക്ക്. അപ്പോൾ ഇത്തരം വളരെ കൃത്യമായി NRC നടപ്പിലാക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞിട്ടും ഇത്തരം വിദേശ പൗരന്മാർ അനിയന്ത്രിതമായി ബോർഡറിൽ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ കടന്നു വരികയും ഇവിടെ കടന്ന് അക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നതിൻ്റെ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. മറ്റു രാജ്യങ്ങൾ ചെയ്ത പ്രശ്നമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പാസ്പോർട്ട് അടക്കമുള്ള ഡോക്യുമെൻറ്റുകൾ എങ്ങനെയാണ് പൗരത്വ രേഖയല്ല എന്ന് തെളിയിക്കുന്ന പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ 10-15 ഉണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ അസ്തിത്വം കണക്കാക്കണമെങ്കിൽ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഇവിടെ 2 ലെജിസ്ലേഷൻ ഉണ്ട്. അത് രണ്ടിനും തമ്മിൽ പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. പക്ഷേ അതെല്ലാം ഇന്ന് ഭരിക്കുന്ന സർക്കാരിൻ്റെ മാത്രം ഒരു അനാസ്ഥയാണെന്നോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിനെതിരെയാണെന്നോ മാത്രം. ഒരൊറ്റ കാര്യം കൂടി ദയവായി ഈ രാജഗോപാൽ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ പാസ്പോർട്ട് റിജക്ട് ചെയ്തെന്നുള്ളത് പാസ്പോർട്ട് ഓഫീസ് അയച്ചിട്ടുണ്ട്. ദ പോലീസ് വെരിഫിക്കേഷൻ ഹാസ് ബീൻ ഹാവിംഗ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. SIR പേരില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. ഓക്കെ, വിട്ടേക്ക്, നമ്മുടെ സമയം കഴിയണം. എന്തായാലും ഈ പറയുന്നതിൽ ഇപ്പോഴും നമ്മുടെ 1 മണിക്കൂർ ചർച്ച, ഇനിയിപ്പോൾ എത്ര നാൾ ചർച്ച ചെയ്താലും ഒറ്റ ചോദ്യത്തിന് ഉത്തരവില്ല. രാജ്യത്ത് നമ്മുടെ പൗരത്വം ആഞ്ഞുറപ്പിക്കാൻ പറ്റിയ എന്ത് രേഖ? ഹാഷ്മിക്കാവട്ടെ, PR ശിവശങ്കരനാവട്ടെ, രാജു P നാവട്ടെ, കാരശ്ശേരി മാഷ്കാവട്ടെ, നേരത്തെ പോയ കമാൽ പാഷ സാറിനാവട്ടെ, എന്താണ് ഒറ്റ രേഖ എന്ന് ചോദിച്ചാൽ ആ രേഖ ഏതാണെന്ന് ഇപ്പോഴും എന്താണ് അതിൽ മൗനമാണ്, മറുപടിയില്ല. രാജ്യത്ത് ഇക്കാലം അത്രയും ജനിച്ചു വളർന്ന പൗരന്മാരോട് ഏതെങ്കിലും രേഖയുടെ പേരിൽ നിങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരല്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അന്ന് ആ പൊതുയോഗത്തിൽ പറഞ്ഞ കാര്യം ചിലപ്പോൾ ആ നാട്ടുകാർ പറയുന്നവരോട് പറഞ്ഞേക്കാം. പറയാതിരിക്കട്ടെ. അങ്ങനെ എന്നുകൊണ്ട് പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത് എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശിവരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.